സാർ എന്നെ വളരെ മനോഹരമായി പരിചയപ്പെടുത്തി. എൻ്റെ ലീഡറാണ്, എൻ്റെ മെന്ററാണ്. ഇപ്പൊ എന്തായാലും നമ്മളെല്ലാവരും ഒരു ഓപ്പണർ ആൻഡ് അബോ മീറ്റിംഗിൽ വന്ന് കൂടിയിരിക്കുന്ന ഒരു ചെറിയൊരു മീറ്റിംഗിൽ നമ്മളെല്ലാവരും വന്നിരിക്കുകയാണ്. അപ്പോ ഈ ഒരു സമയം ഞാൻ RCMലേക്ക് വന്ന ഒരു സമയത്ത് ഇത്രയും മാത്രം സോഴ്സുകൾ ഉണ്ടായിരുന്നില്ല RCMനെ കുറിച്ച് പഠിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഒരു വളരെ വാല്യുബിൾ ആയ സെഷനാണ് നിങ്ങൾക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ മാക്സിമം ആളുകൾ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. നിങ്ങളുടെ RCMന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒരു ജോയിൻ നൗ മെസ്സേജ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും ഓർമ്മപ്പെടുത്തൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. സമയമായി എന്ന് ഓർമ്മപ്പെടുത്തണം എന്ന് പറയാം. സത്യം പറഞ്ഞാൽ സ്കൂളിലൊക്കെ 45 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റ് കഴിഞ്ഞ് ഒരു പീരീഡ് മാറും. ടീച്ചർക്ക് വാച്ച് ഉണ്ട്, സമയം നോക്കാൻ അറിയാം, 40 മിനിറ്റ് കഴിഞ്ഞാൽ എനിക്ക് പോകാം. പക്ഷെ എന്നിരുന്നാലും അവിടെ ഒരു ബെല്ല് വെച്ചിട്ടുണ്ട്. എന്തിനാ? അത് ഓർമ്മപ്പെടുത്തണം. ടീച്ചർ സമയമായി, ടീച്ചർ പോയിക്കോളൂ. അപ്പൊ അതുപോലെ നമ്മൾ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന ആളുകളായിട്ട് വരണം. എത്ര ഓർമ്മശക്തിയുള്ള മനുഷ്യനാണെങ്കിലും നമ്മൾ ഓർമ്മപ്പെടുത്തണം എന്നുള്ള രീതിയിൽ ഇന്നത്തെ പ്രോഗ്രാം വളരെ വാല്യുബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ അതത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങളൊരു ജോയിൻ നൗ മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ആളുകൾ കയറും. അപ്പോൾ നിങ്ങളുടെ ടീമത്തെ കുറച്ച് ആളുകൾ കയറും. അപ്ലൈൻ ആയിക്കോട്ടെ, ഡൗൺലൈൻ ആയിക്കോട്ടെ, ഒരു ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, ഈ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉപകാരമല്ലേ? JRCM നമുക്ക് എല്ലാവർക്കും ഉപകാരമല്ലേ അല്ലെ? അപ്പോൾ തീർച്ചയായും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. മാത്രമല്ല, ഇത് ഓൺലൈൻ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ രാവിലെയാണ്, എനിക്കറിയാം. എന്നിരുന്നാലും ഞാൻ മനസ്സിലാക്കുന്നത് RCMനെ വളരെ അധികം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു പ്രൊഫഷനായി സ്വീകരിച്ച ഒരുപാട് ആളുകളാണ് ഈ ഒരു പ്രോഗ്രാം കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഓണാക്കിയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാലാണ് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാകാനും അത് കൂടുതൽ നോട്ട് ചെയ്യേണ്ട ഒരുപാട് പോയിന്റ്സ് ഉണ്ടായിരിക്കും തീർച്ചയായും. അപ്പോൾ നിങ്ങൾക്കത് വളരെയധികം നന്നായിരിക്കുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ മാക്സിമം ആളുകൾ വീഡിയോ ഓണാക്കിയിരിക്കുക. ഇവിടെ ബീന മേഡം ഉണ്ട്, ദിവാകരൻ സാർ വീഡിയോ ഓണാക്കിയിരിക്കുന്നു, ജെസി മേഡം ഉണ്ട്, നിർമ്മല മേഡം തുടക്കത്തിലെ തൊട്ട് നമുക്ക് വീഡിയോ ഓണാക്കിയിരിക്കുന്നു. വെരി ഗുഡ്. സുരജ മേഡം ഉണ്ട്. ഇനിയും ഒരുപാട് ലീഡേഴ്സ് നമുക്ക് വീഡിയോ ഓണാക്കാനായിട്ട് മുന്നോട്ട് വരണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും നമ്മുടെ സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ തീർച്ചയായും ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യട്ടെ. ഞാൻ നിങ്ങളുടെ എല്ലാവരും ഒരു JRCM മെസ്സേജ് വരികയാണെങ്കിൽ, ഒരു കമന്റ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യായിരുന്നു. നിങ്ങളെല്ലാവരും ഇവിടെ അറ്റൻഡീവ് ആണെന്ന് അറിയണമല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കും, നിങ്ങളതിന് ഉത്തരം പറയണം കേട്ടോ. ജെസി മാഡം ഫുൾ തയ്യാറാണ്, തമ്പപ്പൊക്കെ കാണിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോൾ യെസ്, പ്രസന്ന മാഡം JRCM ഇട്ടിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ആഷിഖ് സാറൊക്കെ JRCM ഉമ്മ മാഡം, അങ്ങനെ ഒരുപാട് JRCM വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഞാൻ ആ പ്രോഗ്രാമിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ആഹ്വാനം നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അർജുൻ സാറ് പറഞ്ഞു എന്നുള്ളത് പോലെ ഞാൻ ഒന്നും കൂടി ഉറപ്പെടുത്താണ്. ഫസ്റ്റ് വരുന്ന കുറച്ച് മെസ്സേജ് ആണ് എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുള്ളൂ. നോബിൾ സാറൊക്കെ ഇട്ടിട്ടുണ്ട്. താങ്ക് യു സാർ. അപ്പോൾ മാക്സിമം ആളുകളുടെ പേര് പറയുന്നത് ശ്രദ്ധിക്കാം എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു സ്കില്ലിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഒരു സ്കില്ല്. ഈ ഒരു സ്കില്ല് ജനിച്ച മുതല് നമുക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. സാറൊക്കെ വന്നിട്ട് വെരി ഗുഡ്. ജനിച്ച മുതല് നമുക്ക് ഉണ്ടാവുന്ന ഒരു കഴിവല്ല, ഇത് പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. ഈ സ്കില്ല് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ പറയാൻ പാടില്ല, നമ്മുടെ ജീവിതത്തില് ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരില്ല. ഈ ഒരു സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരില്ല. നമ്മുടെ കുടുംബത്തില് ക്യാഷ് ഇല്ലാത്ത ഒരവസ്ഥ വരില്ല എന്നുള്ളതാണ്. ഏതാണ് സ്കില്ല്? അർജുൻ സാർ ഇവിടെ കമന്റ് ചെയ്തു. എന്നിരുന്നാലും ആ ഒരു സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാവിധ സ്രോതസ്സും ഉയർത്തി കൊണ്ടുപോകാൻ ആ ഒരു സ്കില്ലിന് മലയാളത്തിൽ വൈവിധ്യം എന്നല്ലേ പറയാം, ആ ഒരു കഴിവിന് ഉണ്ട് എന്നുള്ളതാണ്. ഏതാണ്? ബാബു സാറാണ് ഫസ്റ്റ് കമന്റ് ഇട്ടത്. സെയിൽസ്. വെരി ഗുഡ്, എക്സലന്റ് സാർ. സെയിൽസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ എപ്പോഴും മണി റൊട്ടേഷൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ കയ്യിൽ എന്തുണ്ടാവും? ക്യാഷ് ഉണ്ടാവുന്ന രീതിയിലേക്ക് നമ്മൾ മാറും എന്നുള്ളതാണ്.
അപ്പോ മാത്രല്ല ഈ സെയിൽ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിനും ദാമ്പത്തിക ജീവിതത്തിനും വരെ നല്ലതാണ്. എന്താ പറയുന്നത് വെച്ചാല് നമ്മള് ഡീൽ ചെയ്യുന്നത് പലതരത്തിലുള്ള ആളുകളാണ്, കാറ്റഗറി ഓഫ് പീപ്പിൾസിനെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് അല്ലെ. അപ്പോ അതിൽ ഏറ്റവും നല്ല സൗമ്യ സ്വഭാവമുള്ള ആളുകളുണ്ട്, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ എല്ലാവരോടും നമ്മൾ പരിചയപ്പെടുമ്പോൾ ക്ഷമ പറഞ്ഞ് നമ്മൾ പഠിക്കും. പിന്നെ കുറെ പോയിന്റുകൾ എങ്ങനെ ഒരാളെ നല്ല രീതിയിൽ നമുക്ക് കെയർ ചെയ്യണം എന്നുള്ള പോയിന്റ് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ, വീട്ടിലൊക്കെ ഇടക്കിടക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിന് 2 പോയിന്റ് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് പ്രശ്നങ്ങൾ ചെറുതായിട്ടെങ്കിലും അത് കുറച്ച് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു സ്കില്ല് നമ്മളെ പഠിച്ചെടുക്കാൻ തയ്യാറാകുക. ഞാൻ ഈ സെയിൽസ് പറയുന്നതിന് മുമ്പ് എൻ്റെ ഒരു ചെറിയ ഒരു അനുഭവം പറയാം. ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ LKG മുതൽ ഡിഗ്രി വരെ, അല്ലെങ്കിൽ എൻ്റെ PSC കോച്ചിങ് വരെ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. എൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഒരു ലേഡീസിനോട് പോലും ഞാൻ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. കണ്ണിൽ നോക്കിയിട്ട് വേണ്ട സംസാരിക്കാൻ, അത്ര ധൈര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. രണ്ടാമത്തത് എന്താ, എൻ്റെ കുറച്ച് കൂട്ടുകാരൻ പറയട്ടെ, എൻ്റെ ബെഞ്ചിൽ എന്തായാലും ഇരിക്കുന്ന കുറച്ച് കൂട്ടുകാരന്മാരോട് മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തി അത്രയും ഇൻട്രോവേർട്ട് ആയ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഇന്ന് ഇവിടെ വന്ന് ഇന്ന് നമ്മുടെ പ്രോഗ്രാമിൽ 212 ആളുകൾ അറ്റൻഡ് ചെയ്യുന്നു. അവരോട് കുറച്ച് സമയം സംസാരിക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിച്ചത് ഈ RCM എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതുകൊണ്ടാണ്. ഇപ്പോ ചില ആൾക്കാർ പറയാറുണ്ട്, നിങ്ങളത്ര സംസാരിക്കാൻ എനിക്കറിയില്ല, നിങ്ങളുടെ പോലെ എന്താ പ്രസംഗിക്കാനോ അറിവോ നമുക്കില്ല. അതൊന്നല്ല ഇവിടെ വിഷയം. നിങ്ങൾക്ക് സജീവ് സാറ് പറയാറുണ്ട്, വിശപ്പുണ്ടോ? RCM വിജയിക്കണം എന്നുള്ളൊരു വിശപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്ന് സക്സസ് ആവാൻ പറ്റും. അപ്പോ നമുക്ക് വേണ്ടത് ആ ഒരു കാര്യമാണ്. ബാക്കിയൊക്കെ നമ്മിൽ വന്ന് ചേരുന്ന വിഷയങ്ങളാണ്. എന്തായാലും പുതിയ കുറച്ച് ആളുകളും വീഡിയോ ഓണാക്കി, ഡാൻസി മാഡും പിന്നെ കുറച്ച് ആളുകളും കൂടി, സുഭാഷ് സാറ് ഡ്രൈവിങ്ങിലാണ് ഈ പ്രോഗ്രാം വീഡിയോ ഓണാക്കി അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഷിനി മാഡം ഉണ്ട്. അങ്ങനെ വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എന്തായാലും വീഡിയോ ഓണാക്കുന്ന ആളുകൾ ഇനി ഇഷ്ടം പോലെ വരണം. എന്നാലാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാണ്ട്, എന്നാലും നിങ്ങൾക്ക് അതിൽ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞ് നമ്മുടെ പ്രോഗ്രാം ഏറ്റവും ഒന്നും കൂടി രസകരമാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ എന്താണ് സെയിൽസ്? ലോകത്തിലുള്ള ഏറ്റവും എന്താ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയ ആളുകൾ, നമ്മൾ കാണുമ്പോഴുള്ള ഏറ്റവും കമ്പനിയുടെ ഒരു ഹെഡിലുള്ള ആളുകൾ, സക്സസ്ഫുൾ ആയ ആളുകൾ എല്ലാവരും ചെയ്തുണ്ടായിരിക്കുക സെയിലായിരിക്കും. അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കി കഴിഞ്ഞാൽ അവര് സെയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും എന്നുള്ളതാണ്. ആരും തന്നെ എടുത്തോ, MA യൂസഫ് അലി, അംബാനി, അതിന്റെ മുകളിൽ ആമസോണിന്റെയും ഫ്ലിപ്കാർട്ടിന്റെ ഒക്കെ തലപ്പത്ത് ആരായിരിക്കണേ, അവർ ആരെടുത്തോ, ഇനി വേണ്ട CRM മൂർത്തി സാറ്, ഡോക്ടർ ആൻ സാറ് എന്താ ചെയ്യണേ? സെയിൽസ് ആണ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഏറ്റവും സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു കാറ്റഗറിയിലേക്ക് വരണം? സെയിൽസിലേക്ക് വരണം. പക്ഷെ എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം ഇതാണ്, നമ്മൾ ഇപ്പൊ ഇത്രയും ആളുകൾ ഇവിടെ 222 ആളുകൾ ഇരിക്കുന്നുണ്ട്. നമ്മുടെ മക്കളെ നമ്മൾ ആരെങ്കിലും സെയിൽസിലേക്ക് ഇറക്കാനായിട്ട് നമുക്ക് ഇഷ്ടമുണ്ടോ? നമ്മുടെ മക്കൾ ഇത്രയും വലിയ പ്രൊഫഷനാണ് സെയിൽ, ഒക്കെ അതൊക്കെ അടിപൊളിയാണ്, ഒക്കെ സംഭവിച്ചു. പക്ഷെ നമ്മുടെ മക്കളെ നമ്മൾ സെയിൽസിലേക്ക് ഇറക്കാൻ നമുക്ക് ഇഷ്ടമുണ്ടോ? അതില് ഒരാൾക്ക് പോലും ചിലപ്പോ ഇഷ്ടമുണ്ടാവണം എന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം എന്താണ്? സിമ്പിളാണ്. കാരണം നമ്മുടെ മനോഭാവം തെറ്റാണ്. സിമ്പിളാണ്, ഒന്നുമില്ല. നമ്മൾ RCMലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ആരെങ്കിലും നമുക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു സെയിൽസ് എന്നുള്ളത് എന്റെ തലേമ പഠിച്ചേൽപ്പിച്ച്, അപ്പൊ അതുകൊണ്ട് സെയിൽസ് എന്നുള്ളത് തെറ്റായ ഒരു പ്രൊഫഷൻ ആണ്, തെറ്റായ ഒരു ജീവിത വരുമാന രീതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. എനിക്കത് ആവശ്യം ഉണ്ടായിരുന്നില്ല, അവൻ എന്നോട് വെറുതെ വാങ്ങിപ്പിച്ചു എന്നുള്ള ഒരു ചിന്താഗതി നമുക്കുണ്ട്, നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു സെയിൽസ് എന്നുള്ളത് എന്താണ്, ഒരു നല്ലൊരു പ്രൊഫഷൻ അല്ല എന്ന് നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുകയാണ്. ശരിക്കും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹത്തിന് കുടുംബം നോക്കണമെങ്കിൽ ഒരു 100 രൂപ, ഒരു 500 രൂപ കിട്ടണേ ഉൽപ്പന്നം പോകണമായിരുന്നു. വേറെ വഴിയൊന്നുമില്ല. കണ്ടത് നിങ്ങളാണ്. നിങ്ങളെ കണ്ടപ്പോൾ ഒരു സഹതാപം തോന്നി, നിങ്ങൾ ഒരു നല്ലൊരു വ്യക്തിത്വമാണ് തോന്നി, അങ്ങനെ നിങ്ങളിലേക്ക് അത് കൊടുപ്പിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം പുഷ് ചെയ്തു. അപ്പോൾ നമ്മളോട് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഒരിക്കലും ആരെയും പുഷ് ചെയ്യരുത്. നമ്മുടെ ഉൽപ്പന്നം വാങ്ങിക്കാൻ വേണ്ടി പുഷ് ചെയ്യരുത്. എന്താണ് സെയിൽ എന്ന് വെച്ചാൽ? സർവീസ് ആണ്. സെയിൽ എന്ന് വെച്ചാൽ ഒരാൾക്കൊരു ഉപകാരം, സേവനമാണ് സെയിൽസ്. അപ്പൊ എങ്ങനെയുണ്ട് സെയിൽ? ഞാൻ ചോദിക്കട്ടെ, എനിക്കൊരു കാര്യം ഇവിടെ ആവശ്യമുണ്ട്. എൻ്റെ വണ്ടിയുടെ പെട്രോൾ കഴിഞ്ഞു, പെട്രോൾ വേണം എൻ്റെ വണ്ടിയിൽ. നമ്മളവിടെ പോയിട്ട് ഇവൻ ഈ പെട്രോൾ അടിക്കുന്നതുകൊണ്ട് ഇവൻ എന്തോ ഒരു നേട്ടം ഉണ്ട് ചിന്തിച്ചിട്ടാണ് നമ്മൾ പെട്രോൾ അടിക്കണേ അല്ലെ? എൻ്റെ വണ്ടി ഓടണമെങ്കിൽ എന്ത് ആവശ്യമുണ്ട്? എനിക്ക് പെട്രോൾ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ പെട്രോൾ അടിക്കണോ?
അല്ലെ? നമുക്ക് വിശക്കടി അരി ആവശ്യമുണ്ട്, അപ്പൊ അരി ഭക്ഷണം കഴിക്കണം, ആട്ട ആവശ്യമുണ്ട്, ഓയിൽ ആവശ്യമുണ്ട്. നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റാൻ, അല്ലെങ്കിൽ ആവശ്യത്തിന്റെ ഒരാൾക്കൊരു ആവശ്യമുണ്ട്. ഇപ്പൊ അർജുൻ സാറിന് ഒരു കാര്യം ആവശ്യമുണ്ട്, ഞാനത് കൊടുക്കുകയാണ്. അതിനെയാണ് സെയിൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന എത്ര മഹത്തരകരമായ ഒരു കാര്യമാണ്. പക്ഷെ എവിടെ തെറ്റ് വരുന്നത്? നിങ്ങൾ പുഷ് ചെയ്യാണ്. തവണ കുടുക്കി അങ്ങനെ പറയരുത്. തവണ അങ്ങോട്ട് കുടുക്കി, തവണ വാങ്ങിക്കും നിങ്ങള്, തവണ അങ്ങോട്ട് കഴിച്ചു തുടങ്ങി. അങ്ങനല്ല, നമ്മളവിടെ നീഡ് ക്രിയേറ്റ് ചെയ്യാം. നീഡ്, അവനത് ആവശ്യമുണ്ടെന്ന് അവന് മനസ്സിലാക്കി കൊടുക്കണം. അല്ലെ? തവണ ഉപയോഗിച്ചില്ലെങ്കിൽ എന്താണ് പ്രശ്നങ്ങൾ വരിക? ആ പ്രശ്നങ്ങളെ കുറിച്ചും തവണയുടെ ഉള്ളിലെ ഘടകങ്ങളെ, ഫീച്ചേഴ്സിനെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചാൽ മതി. വാങ്ങിക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ല. അവൻ എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക് ആയിട്ട് അവൻ എന്ത് ചെയ്യണം? വാങ്ങിച്ചു പോകണം. അതുകൊണ്ട് ഒരിക്കലും ആർട്സിന്റെ ആളുകൾ നമ്മളൊരു തീരുമാനം എടുക്കണം, ഇനി മുതൽ ഞാൻ ഒരാളെ പുഷ് ചെയ്യില്ല, ഒരാളെ ഉൽപ്പന്നം വാങ്ങിക്കാൻ വേണ്ടി പുഷ് ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യും? നീഡ് പറഞ്ഞു കൊടുക്കും. നിനക്ക് ഇത് ആവശ്യമുണ്ടോ എന്ന് നീ ചിന്തിച്ചു നോക്കി. ആ നീഡ് എന്താന്നുള്ളത് പറഞ്ഞു കൊടുക്കും. അപ്പൊ പുഷ് എന്ന് എഴുതുക, എന്നിട്ട് എൻ്റെ ഇടുക, പുഷ് ഇല്ല, എന്താണ്? നീഡ് ക്രിയേഷൻ. നിങ്ങളെല്ലാവരും ആളുകളിൽ നിന്ന് നീഡ്, ആളുകൾക്ക് അറിയില്ല അത് അത്യാവശ്യം അറിയില്ല, അവർക്ക് സമയമില്ല ചിന്തിക്കാൻ. നമുക്കാണ് ബോധവൽക്കരണമാണ് നമ്മൾ നടത്തുന്നത്. ആ നീഡ് ക്രിയേഷൻ ആണ് ചില ആൾക്കാർ തട്ടി ഓർമ്മപ്പെടുത്തേണ്ടി വരും. നോ പ്രോബ്ലം, അതാണ് നമ്മൾ ചെയ്യുന്നുള്ളതാണ്. ഇനിയൊരു നല്ലൊരു സെയിൽസ്മാൻ, ഇനിയൊരു സെയിൽസ്മാന് എന്താണ് പറയുക എന്നുള്ളതാണ്. ഇത് ഒരു ആമുഖമാണ് ഈ പോകുന്നതല്ലാതെ. സെയിൽസ്മാനെ, ഒരു നല്ല സെയിൽസ്മാൻ പറയാ ഉൽപ്പന്നങ്ങളുടെ ഫീച്ചേഴ്സ് ആണ് പറയാ. ഉൽപ്പന്നങ്ങൾ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ. ഒരു ന്യൂട്രിചാർജ് വുമണിൽ ഇത്രത്തോളം 13 വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ഫുഡ് പ്ലൻസ് ഉണ്ട്, ബൊട്ടാണിക്കൽസ് ഉണ്ട്, ഇതിങ്ങനെ പറയും അല്ലേ ഒരു അപ്പൊ എന്താ, നല്ല നോളജ് ഉള്ള ആളായിരിക്കണം ഒരു സെയിൽസ്മാൻ. അപ്പൊ എന്താണ് ഒരു സെയിൽസ്മാൻ ആരായിരിക്കണം? മാക്സിമം പോയിന്റ് എഴുതിയെടുത്തോളൂ. ഒരു സെയിൽസ്മാന് ഫീച്ചേഴ്സ് ആണ് സെല്ല് ചെയ്യാന്ന് പറയാ. ഉൽപ്പന്നത്തിന്റെ ഫീച്ചേഴ്സ് ആണ് സെല്ല് ചെയ്യുക. പക്ഷെ നിങ്ങളൊരു നല്ലൊരു സെയിൽസ്മാൻ ആണെങ്കിൽ, നിങ്ങളൊരു നല്ലൊരു സെയിൽസ്മാൻ ആണെങ്കിൽ ഫീച്ചേഴ്സ് അല്ല സെല്ല് ചെയ്യുക, അതിന്റെ ബെനിഫിറ്റ്സ് ആയിരിക്കും. TRC അതിനുള്ളിൽ അടങ്ങിയ ഘടകങ്ങളല്ല നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ. എന്താ പറഞ്ഞു കൊടുക്കണേ? അതിന്റെ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഉപകാരങ്ങളെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഉപകാരങ്ങൾ, എന്തൊക്കെ ഉപകാരം ഉണ്ടാവും? തൈറോയ്ഡ് മാറോ? കൊളസ്ട്രോൾ കുറയോ? മെനോപോസിന് ഉള്ള സമയത്തുള്ള പ്രശ്നങ്ങൾക്ക് നല്ലതാണോ? എങ്ങനെയുള്ള ഉപകാരങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ളതാണ് നിങ്ങളുടെ ഒരു നല്ല സെയിൽസ്മാൻ. എന്നാൽ ഞാൻ ഒരു സെയിൽസ്മാന്റെ കാര്യം പറഞ്ഞു, നല്ല സെയിൽസ്മാന്റെ കാര്യം പറഞ്ഞു. ഇനി ഗ്രേറ്റ് ആയ സെയിൽസ്മാൻ, ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സെയിൽസ്മാൻ, അവര് ഉപകാരങ്ങൾ പറഞ്ഞു കൊടുക്കല്ല ചെയ്യുക, അവനെ കൊണ്ട് അത് ഫീൽ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. TRC എന്താണ്? അവൻ വിൽക്കുന്നത് ഫീലിംഗ് ആയിരിക്കും. അവൻ ഇന്നലെ ചാലക്കുടി ഇന്നലെ ഇരിഞ്ഞാലക്കുട പ്രോഗ്രാമിൽ വന്ന ആളുകൾക്ക് അറിയാം. ഇന്നലെ ഗിരീഷ് സാറിന്റെ ഏറ്റവും ടോപ്പ് സെഷനാണ്, വിഷൻ എന്നുള്ള ഒരു സെഷനായിരുന്നു. സാറ് നമ്മളങ്ങോട്ട് ഫീൽ ചെയ്യിപ്പിക്കുക. യെസ്, 10 വർഷം കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഉണ്ടാവുക? ഫീലാണ്. നമ്മുടെ വീട് എങ്ങനെ ഉണ്ടായിരിക്കും, നമ്മുടെ കാർ എങ്ങനെ ഉണ്ടായിരിക്കും, നമ്മുടെ ബാങ്ക് ബാലൻസ് ഉണ്ടായിരിക്കും. അത് കേൾക്കുമ്പോ എനിക്ക് ഫീലങ്ങോട്ട് കൊള്ളണം ഞാൻ. യെസ്. അപ്പോ നമ്മളുടെ തൈറോയിഡ് മാറിയിട്ടുള്ള ഒരു ഫീലിംഗ് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം. അതാണ് ഗ്രേറ്റ് ആയിട്ടുള്ള സെയിൽസ്മാൻ. ഏറ്റവും ടോപ്പ് ലെവൽ സെയിൽസ്മാൻ അവിടെ ഫീല് കൊടുക്കാനായിട്ട് പറ്റണം എന്നുള്ളതാണ്, ഫീൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. സെയിൽസിന് ഇറങ്ങിയിട്ട് മുമ്പ് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. നമ്മൾ ഫീച്ചേഴ്സ് പറയണ്ടെന്നല്ല പറഞ്ഞത്, അതിനേക്കാൾ നല്ലത് ബെനിഫിറ്റ്സ് പറയലാണ്. ടോപ്പ് ലെവലുള്ളതാണ് ഫീല് കൊടുക്കാനായിട്ട് പറ്റുന്ന സെയിൽസ്മാൻ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാനിപ്പോൾ ഇത്ര നേരം സംസാരിച്ചു, ഞാൻ എന്ത് സംസാരിച്ചു എന്നുള്ളതല്ല കാര്യം, എന്ത് നിങ്ങൾ ഫീൽ ചെയ്തു എന്നുള്ളതാണ്. ശരി, നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മുടെ ഉൽപ്പന്നം വാങ്ങിക്കുന്ന ഒരാൾക്ക് അവതൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൻ ഓർത്തന്നെ വെക്കില്ല. അവൻ എന്ത് ഫീൽ ചെയ്തു എന്നുള്ളതാണ് ഓർത്ത് വെക്കുക. അവൻ വന്നപ്പോൾ സന്തോഷം ഉണ്ടായോ, സങ്കടം ഉണ്ടായോ, അവൻ എന്തൊക്കെ പറഞ്ഞു, അതിൽ എന്തൊക്കെ ഫീൽ ചെയ്തു, അവൻ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ. യെസ്, അത് മാത്രമാണ് അവന്റെ മൈൻഡിൽ ഉണ്ടാവുള്ളൂ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ അറിയാൻ മനസ്സിലായി. ചില ആൾക്കാർ പറയുന്നുണ്ട്, ഞാൻ വാട്ടിസാസ്യം മൊത്തം പറഞ്ഞതാ, ഞാൻ മാർക്കറ്റിംഗ് പ്ലാൻ മൊത്തം പറഞ്ഞതാ, പക്ഷേ അവന്റെ ഉള്ളിൽ അത് ഫീൽ ഇറങ്ങിയില്ല. JRC അതുകൊണ്ട് അവര് RC എന്തായില്ല, കറക്റ്റ് ആയില്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പതുക്കെ പഠിച്ച് കൊണ്ടുവരിക. ഇനി ചില ആളുകള്, ഇനിയാണ് നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നത്. 6 പോയിന്റ് ഉണ്ട്. 6 പോയിന്റ് പറഞ്ഞ് നമ്മുടെ പ്രോഗ്രാം 1 മണിക്കൂറാണ് പറഞ്ഞത്. അപ്പോൾ ഒരു 8:30 ആകുമ്പോഴത്തേന് മാക്സിമം നമുക്ക് ക്ലോസ് ചെയ്യണം. അപ്പൊ തന്നെ മെസ്സേജ് പറഞ്ഞു കേട്ടോ, സമയം പോട്ടെ എന്ന് പറഞ്ഞ മെസ്സേജ് ഇട്ടാൽ മതി. അപ്പൊ ഓക്കെ. അപ്പൊ എന്താണ് നല്ലൊരു കാര്യം പറയാനുള്ളത് വെച്ചാല്, JRC രാധാ മാഡം JRC ഒക്കെ പറയേണ്ടത് വെരി ഗുഡ്. അപ്പൊ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാല്, നമ്മള് സെയിൽസിന് പോകുന്നുണ്ട്, RC ബിസിനസ് ചെയ്യുന്നുണ്ട്. ചില ആളുകളോട് രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങല്ലോ,
നിർമ്മല മേഡം രാവിലെ 8 മണിക്ക് ഇറങ്ങും, രാത്രി 8 മണിക്കാണ് RCM ഒക്കെ കഴിഞ്ഞ് കയറുന്നത്. പക്ഷെ അവർ പറയുന്ന ഒരു കാര്യം, എനിക്ക് വരുമാനം എന്ത് ചെയ്യുന്നില്ല, കറക്റ്റ് RCMലൂടെ വരുന്നില്ല. ഞാൻ പ്രതീക്ഷിച്ച വരുമാനം, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന വരുമാനം RCMലൂടെ വരുന്നില്ല. അപ്പോ TCG നമ്മുടെ കമ്പനി നോക്കുന്നത് നിങ്ങൾ എത്ര സമയം വർക്ക് ചെയ്യുന്നതല്ല, എന്താ നോക്കണേ, എത്ര PV ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അന്നെ നോക്കുമ്പോ അത്ര PV ഉണ്ടോ, PV ഉണ്ടെങ്കിൽ ഓക്കെ, അതാണ് നോക്കണേ. TCG നോക്കണേ നിങ്ങൾ എത്ര സമയം വർക്ക് ചെയ്തല്ല, നിങ്ങൾ എത്ര PV ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളൂ. അപ്പൊ PV ക്രിയേഷൻ വരണം. വർക്കിംഗ് ഹവർ ഇഷ്ടം പോലെയുണ്ട്, പക്ഷെ PV അതിനോടൊപ്പം കയറുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ എന്താണ്, റിസൾട്ട് ഓറിയന്റഡ് വർക്കിലേക്ക് മാറണം. നമുക്ക് ഇങ്ങോട്ട് ഉപകാരം കിട്ടുന്ന വർക്കിലേക്ക് നമ്മൾ പതുക്കെ മാറണം. അങ്ങനെ റിസൾട്ട് കിട്ടാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട PV ജനറേഷന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സെയിൽസ്. ആ സെയിൽസ് എങ്ങനെ ഏറ്റവും നല്ല രീതിയിലേക്ക് കൊണ്ടുവരാന്നുള്ളതിന്റെ ഒരു 6 പോയിന്റ് ആണ് എനിക്കിവിടെ പറയാനുള്ളൂ. 6 പോയിന്റ് പറയാനുള്ളൂ. അതിലത്തെ ഒന്നാണ്, കഴിയുന്ന ആളുകൾ, ഞാൻ പ്രസന്റേഷൻ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ പ്രസന്റേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഫേസും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും എഴുതാനും അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകും. അപ്പോൾ എഴുതിയെടുക്കേണ്ട പോയിന്റ് ആണ്. അപ്പോൾ മാക്സിമം പറ്റുന്ന ആളുകൾ അത് ചാറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് അത് ഉപകാരം. ഒന്നാമത്തെ പോയിന്റ് എന്നുള്ളത് ബിൽഡ് എ സ്ട്രോങ് കസ്റ്റമർ ബേസ്. ഒന്നാമത്തെ പോയിന്റ് ബിൽഡ് എ സ്ട്രോങ് കസ്റ്റമർ ബേസ്. PV ജനറേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഞാൻ പറഞ്ഞ സ്ട്രോങ് കസ്റ്റമർ ബേസ്. കസ്റ്റമർ ഉണ്ട്, സ്ട്രോങ് ആക്കണം, അതാണ് നമ്മൾ നോക്കണം. ഓക്കെ, ബിൽഡ് എ സ്ട്രോങ് കസ്റ്റമർ ബേസ്. നമ്മുടെ ഉള്ള കസ്റ്റമർ, നമ്മൾ പല ആൾക്കാരും എങ്ങനെയെങ്കിലും ഒരു തവണ വിറ്റാൽ മതി, ഒരെണ്ണം പിടിപ്പിച്ചാൽ മതി, അങ്ങനെയല്ല നമ്മൾ പറയാ. ഇത് വലിയൊരു വേദിയാണ്, അങ്ങനെ ചെറിയ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. എന്നാലും എൻ്റെ സാർമാരൊക്കെ ഞാൻ ക്ഷമ ചോദിച്ച് പറയാണ്, ചില വാക്കുകൾ ഞാൻ ഉപയോഗിക്കാണ്. അപ്പൊ അങ്ങനെ പിടിപ്പിക്കരുത്. നമുക്ക് വേണ്ടത് ഒരു വുമൺ വിറ്റ് പോവുക എന്നുള്ളതല്ല, ഒരു ഗാമ വിറ്റ് പോവുക എന്നുള്ളതല്ല. അവൻ എന്ത് ചെയ്യണം, അതിന്റെ റിസൾട്ട് കിട്ടി അതിന്റെ ഒരു കസ്റ്റമർ ആയിട്ട് ജീവിതകാലം മൊത്തം വരണം എന്നുള്ളതാണ് നമുക്ക് ആഗ്രഹം, അല്ലെ? വെൽനെസ്സിലേക്ക് വരണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ എങ്ങനെയെങ്കിലും വിപ്പിക്കുക എന്നുള്ളതല്ല, കസ്റ്റമറിനെ കണ്ടാക്കുന്ന സ്ട്രോങ്, നിലനിർത്തുന്ന കഴിവുള്ള ഒരു കസ്റ്റമർ ആക്കി നമ്മൾ മാറ്റണം. അതിന് പ്രധാനപ്പെട്ട 3 പോയിന്റ് ഉണ്ട്. അതിൽ ഒന്നാമത്താണ് പ്രൊഡക്റ്റ് നോളജ്. ഫസ്റ്റ് പോയിന്റ് ആണ് പ്രൊഡക്റ്റ് നോളജ്. ഇപ്പൊ എന്തായാലും കുറച്ച് ആൾക്കാരൊക്കെ വളരെ സീരിയസ് ആയിട്ട് എഴുതിയെടുക്കുന്നുണ്ട്. വിനോദ് സാർ വരെ എഴുതിയെടുക്കുന്നുണ്ട്, വെരി ഗുഡ്. അപ്പോ ആരിഫ മാഡം ഉണ്ട്, കുറെ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോ ഫസ്റ്റത്തെ പോയിന്റ് ആണ് പ്രൊഡക്റ്റ് നോളജ്. നമുക്ക് ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ള നല്ല അറിവ് ഉണ്ടായിരിക്കണം, അല്ലെ? നമ്മള് അറിവ് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ പല ആൾക്കാരും RCMന്റെ പെയിന്റ് മാറിയത് അറിഞ്ഞോ എന്നൊരു ഡൗട്ട് ഉണ്ട്. പേര് ആർക്കാണ് RCMന്റെ പെയിന്റ്, നമ്മുടെ ഇപ്പൊ പെയിന്റിന്റെ പേരെന്താണ്, അത് ആർക്കറിയാം? ഒന്ന് ചാറ്റിലിട്ട് നോക്കട്ടെ, എത്ര ആളുകൾക്ക് അറിയാം നോക്കട്ടെ. അപ്പൊ നമുക്ക് നമ്മളെ കുറിച്ചിട്ട് ഒരു നോളജ് ഇല്ല. ചില അതൊക്കെ മാറിയോ അതൊക്കെ ചോദിക്കല്. അപ്പൊ കുറെ കാര്യങ്ങള്, കനക മേഡാണ് ഫസ്റ്റ്, വെരി ഗുഡ്. ഓയിറ പ്രമീള മേഡം, ഓയിറ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഒരുപാട് ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട്. എന്നാലും ചില ആളുകൾ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്, അല്ലെ? നമ്മുടെ ടീമിൽ വരുന്ന ആളുകളുടെ കാര്യം പറഞ്ഞു, നമ്മുടെ കാര്യം, നമ്മളൊക്കെ മീറ്റിംഗ് കയറി അറ്റൻഡ് ചെയ്ത് ട്രെയിനിങ് ഒക്കെ എടുക്കുന്ന ആളുകളാണ്. അപ്പൊ നമുക്ക് കുഴപ്പമില്ല. ബാക്കിയുള്ള കുറച്ച് ആളുകൾ അതിനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള നോളജ് വേണം. എന്തൊക്കെ നോളജ് വേണം? ഒന്ന്, അതിന്റെ പ്രൈസിനെ കുറിച്ചുള്ള നോളജ് വേണം, ബെനിഫിറ്റ്സിനെ കുറിച്ചുള്ള നോളജ് വേണം, യൂസേജിനെ കുറിച്ചുള്ള നോളജ് വേണം. അപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഓവറോൾ കാര്യങ്ങൾ അവൻ അറിഞ്ഞിരിക്കണം. ആ മാർക്കറ്റിൽ പ്രൊഡക്റ്റ് ഏതാണ് സമ്മാന ഗുണം നൽകുന്നത്, അതും ഇതിൽ തമ്മിലുള്ള പ്രൈസിന്റെ ഡിഫറൻസ് എന്താണ്, ബെനിഫിറ്റ്സിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഇംഗ്ലീഷ് കൂടുതൽ വരുന്നുണ്ടോ? മാക്സിമം മലയാളമാക്കാം. ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡ് ആവാൻ നോക്കുകയാണ്. എൻ്റെ ശൈലി, സംഭവം ഞാൻ തൃശ്ശൂർകാരനാണെങ്കിലും എൻ്റെ സംസാര ശൈലി വേറെ സൈഡൊക്കെ പോകുന്നത്, അതാണ് പ്രശ്നം. അപ്പൊ അതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നല്ലൊരു നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാമ്പിളിംഗ് സ്ട്രാറ്റജി. എന്താണ് സാമ്പിളിംഗ് സ്ട്രാറ്റജി? പല ആളുകളും 1 മണിക്കൂർ ഗാമനെ കുറിച്ച് 1 മണിക്കൂർ ക്ലാസ് എടുക്കുക. അതിന് പകരം നന്ദന സാറ് പറയാറുണ്ട്, നന്ദന സാറ് RCMന്റെ എമറാൾഡ് അച്ചീവർ ആണ്. അദ്ദേഹം പറയാറുണ്ട്, ഓരോ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ചായ കുടിക്കുമ്പോൾ, ഞാൻ ചായ കുടിക്കില്ല, അത് ചായ കുടിക്കാത്ത, ഞാൻ എൻ്റെ ചായപ്പൊടി മാത്രം ഉപയോഗിക്കാറുള്ളൂ. എന്താ അങ്ങനെ പറയണേ?
അപ്പൊ എന്നിട്ട് സാർ എന്ത് ചെയ്യും? അത് കാര്യം ചെയ്യില്ലേ, ഞാൻ എന്റെ കാറിൽ എന്റെ ചായപ്പൊടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അത് എടുത്തിട്ട് ഒരു ചായ എനിക്ക് ഇട്, അത് പൊട്ടിച്ചിട്ട് ഒരു ചായ എനിക്ക് ഇട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ചായപ്പൊടി കൊടുക്കും. എന്നിട്ട് അത് ഇടിപ്പിച്ച് അത് അവരെ കൊണ്ട് കുടിപ്പിച്ചിട്ട് പറയാണ് നമ്മുടെ ചായ എങ്ങനെ ഉണ്ട്? അപ്പൊ ഒരുവിധം എല്ലാവരും എന്താ പറയുള്ളൂ, മോശം എന്ന് പറയാൻ പറ്റും മൊത്തമാക്കിയിട്ട്. എല്ലാവരും നമ്മുടെ ചായ ഉഷാറാണ് കേട്ടോ. അപ്പൊ പറയും നല്ല ചായപ്പൊടി, എന്നാ നിങ്ങളത് വെച്ചോ അത്ര. എന്താണ് ദാറ്റ് ഈസ് ഫാമിലി സ്ട്രാറ്റജി. ഈ ക്ലാസ് ഞാൻ ടീമിൽ എടുത്തപ്പോ ധനലക്ഷ്മി മാഡം പറയാണ്, ഞാൻ പഞ്ചതുളസി മണപ്പിക്കാൻ കൊടുത്തിട്ട് 3 പഞ്ചതുളസി ഒരു ദിവസം പോയി എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് വല്ല എന്താ സാമ്പിൾ കൊടുത്ത വല്ല ഇതുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടോളൂ. എന്താണെന്ന് വെച്ചാൽ പഞ്ചതുളസി കൊടുത്തിട്ടോ. നമ്മുടെ പ്രോഗ്രാമിൽ ഡോക്ടർ രാജൻ സാർ ഇപ്പോൾ മല്ലിപ്പൊടി മണക്കാൻ കൊടുക്കും. ടച്ച് ആൻഡ് ഫീൽ എന്നാണ് പറയാ. നമ്മുടെ ഉൽപ്പന്നം അവൻ തൊടണം, ഒരു കസ്റ്റമർ തൊടണം, എന്നിട്ട് ഫീൽ ചെയ്യണം അല്ലെ. പഞ്ചതുളസി തൊട്ടു, പിന്നെ ഫീൽ മണത്തപ്പോ എന്തായി, ഫീലായി. സൈന പറഞ്ഞ ഒരു ദിവസം നമ്മുടെ വെല്ലോസിറ്റി പുന്നർമ ഷോപ്പിൽ ഇരിക്കുമ്പോൾ ഒരു ലേഡി വന്നിട്ട് പറയാണ്, കരിമംഗലം പോകാൻ ആർസൺ ഷോപ്പിൽ എന്തുണ്ടെന്ന് പറഞ്ഞാൽ എന്തത്? ഇപ്പൊ മൾട്ടിപർപ്പസ് ആണ് ചോദിക്കണേ. അപ്പൊ മൾട്ടിപർപ്പസ് എടുത്തു കൊടുത്തു, ഹിങ് പാഡ് കൊടുത്തിട്ട്. ഹിങ് പാഡൊക്കെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. വെരി ഗുഡ്, അത് ശരിയാണ്. അപ്പൊ മൾട്ടിപർപ്പസ് ആണ് കടയിൽ ഒരു കസ്റ്റമർ വന്ന് ചോദിക്കുന്നത്. അപ്പൊ അപ്പോ അല്ല സൈന മാഡം അതിനൊപ്പം പറയും മൾട്ടിപർപ്പസ് കൊടുത്തു. എന്നിട്ട് പറയാണ്, ഇത് നമ്മുടെ ഒരു സ്ക്രബ്ബർ ഉണ്ട്, ആ സ്ക്രബ്ബർ ഉപയോഗിച്ച പെട്ടെന്ന് റിസൾട്ട്. ഒരു കാര്യം ചെയ്യും, മാഡത്തിന്റെ കൈകൾ കാണിക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ ഹാൻഡ് ബാഗിൽ നിന്ന് ഒരു ഉപയോഗിച്ച സ്ക്രബ്, യൂമിനി മുരിങ്ങ സ്ക്രബ് ഇല്ലേ, അത് എടുത്തിട്ട് കൈ കൊണ്ട് തേച്ച് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് എടുത്ത് ആ ചെറിയ വെള്ളം കൊണ്ട് തുടച്ചിട്ട് 2 കൈ ഇങ്ങനെ വെച്ചെടുക്കുന്ന പറഞ്ഞു. നോക്കുമ്പോ 2 കൈന്റെ കളർ വ്യത്യാസം. ഇതാ കണ്ട ആള് ഞെട്ടിപ്പോയി. എന്നിട്ട് പറഞ്ഞു, മൾട്ടിപർപ്പസ് ഇരുന്നോട്ടെ, ഈ സ്ക്രബ് ഇരുന്നോട്ടെ. എത്ര എന്താണ് പറയുന്നത്? മൾട്ടിപർപ്പസ് ഇരുന്നോട്ടെ, ഈ സ്ക്രബ് ഇരുന്നോട്ടെ. അതാണ് ടച്ച് ആൻഡ് ഫീൽ, അതാണ് സാമ്പിളിംഗ് സ്ട്രാറ്റജി. മനസ്സിലായില്ലേ? ഇത് കേറുണ്ടോ? സാമ്പിളിംഗ് എന്താന്ന് കേറുണ്ടോ? ഒരുപാട് ആളുകൾ ഇവിടെ കമന്റ് ഉണ്ട്, എന്തൊക്കെയാണ് സാമ്പിൾ കൊടുത്തത്. നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അത് എഴുതിയെടുക്കണം കേട്ടോ. അപ്പൊ സാമ്പിളിംഗ് ഇത് രണ്ടിട്ട് കയ്യിന് ഡിഫറൻസ് ഉള്ള ആള് പറഞ്ഞു, മൾട്ടിപർപ്പസ് എടുത്തു, നമ്മുടെ സ്ക്രബ് എടുത്തു. ആലോചിച്ച് ഇത് സാമ്പിൾ ചെയ്തില്ലെങ്കിലോ? നമ്മൾ 1 മണിക്കൂർ ആ സ്ക്രബിന്റെ ഉള്ളിലുള്ള ഘടകങ്ങൾ എന്താണ്, മുരിങ്ങയുടെ പ്രത്യേകത എന്താണ്, പറയുന്നേറ്റും എത്രയോ എഫക്റ്റ് ആണ് ഈ സാമ്പിൾ എന്നുള്ളത്. അപ്പോ നമ്മുടെ സെയിൽസ്, നമ്മുടെ അധികം അപ്സെല്ലിംഗ് അല്ലേ, വെരി ഗുഡ്. നമ്മുടെ സെയിൽസ് കൂടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ചെറിയ സാമ്പിളിംഗ് സ്ട്രാറ്റജി കൂടി ഉപയോഗിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ആളുകൾക്കൊന്നുകൂടി ഇഷ്ടമാണ് എന്നുള്ളതാണ്. മനസ്സിലായി? ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് നല്ലതാണ്. അപ്പൊ 2 കാര്യങ്ങൾ പറഞ്ഞു. സ്ട്രോങ്, നമ്മുടെ കസ്റ്റമർ സ്ട്രോങ് ആക്കുള്ള കാര്യമായിട്ടാണ് പറയണേ. കസ്റ്റമർ എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത് എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ അസോസിയേറ്റ് ബയർ എന്നാണ് എപ്പോഴും പറയേണ്ടത്. മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സാമ്പിളിംഗ് സ്ട്രാറ്റജി പറഞ്ഞു, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് നോളജ് പറഞ്ഞു. മൂന്നാമത്തതാണ് നമ്മൾ ചെയ്യാത്ത കാര്യം, ഫോളോ അപ്പ് കോൾസ്. ഫോളോ അപ്പ് കോൾസ്, അതിന് മാത്രം നമ്മളൊക്കെ ബാക്കിലാണ്, ബാക്കിയുള്ള കാര്യത്തിലൊക്കെ മുമ്പിലാണെങ്കിലും ഫോളോ അപ്പിന്റെ കാര്യത്തിൽ മാത്രം എന്താണെന്ന് അറിയില്ല. നമ്മൾ കേരള ജനത ഒറ്റയടിക്ക് ആർസിൻ ജനത ബാക്കിലേക്ക് നിൽക്കുന്നു എന്ന ഒരു അഭിപ്രായം എല്ലാ ലീഡേഴ്സിലും ഉണ്ട്. അപ്പോൾ അത് മാറ്റിയെടുക്കണം. നമ്മളൊരു വുമൺ കൊടുത്തു, എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് വിളിച്ചു നോക്കട്ടാ, ജെസ്സി മാഡം വിളിക്കുകയാണ്, വുമൺ കൊടുത്ത് എന്ന് വിളിക്കുകയാണ്, മാഡം എങ്ങനെയുണ്ട്, വുമൺ കഴിച്ചു തുടങ്ങി, എന്ത് കഴിച്ചോ? അയ്യോ ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ തുടങ്ങിയിട്ടില്ല. 550 രൂപ കൊടുത്ത് അദ്ദേഹം വാങ്ങിച്ചു വെച്ച വുമൺ എപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, പൈസക്ക് വില ഇല്ലാതല്ല, ഓർമ്മയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോൾ അടി ചെയ്യാം, എന്നിട്ട് എന്ന് കഴിച്ചോ ചോദിച്ചാൽ മതി. അപ്പൊ അയ്യോ സോറി ട്ടോ, ഇതെപ്പോ കഴിക്കാറുണ്ട്, ഇപ്പഴത്തെ കഴിക്കും. ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക്? ഒരു പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്, പക്ഷെ എന്ത് ചെയ്യണില്ല, കഴിക്കണില്ല. എന്താ കാര്യം? ഓർമ്മപ്പെടുത്തണില്ല. അപ്പൊ ഫോളോ അപ്പ് കോൾ ചെല്ലണം. അത് കൊടുത്തു കഴിഞ്ഞാൽ അത് കോൾ ചെയ്ത് അവൻ ഉൽപ്പന്നം കഴിക്കും അല്ലെ. കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് റിസൾട്ട് കിട്ടും, HB ലെവൽ ശരിയാവും, പീരീഡ് സംബന്ധമായ പ്രശ്നങ്ങൾ മാറും. അപ്പൊ എന്തായി? അവൻ പതുക്കെ എന്താ വുമന്റെ റിസൾട്ടുകൾ കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രോങ് കസ്റ്റമർ ആയിട്ട് മാറി. JRCM മനസ്സിലായോ? അപ്പോ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഫോളോ അപ്പ് കോൾ ആണ്. ഫോളോ അപ്പ് കോൾ ആണ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ 3 കാര്യങ്ങളുണ്ട്. ഒരു നല്ല സ്ട്രോങ് ബിസിനസ്, സ്ട്രോങ് കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യണ 3 കാര്യം: പ്രൊഡക്റ്റ് നോളജ്, സാമ്പിളിംഗ് സ്ട്രാറ്റജി ആൻഡ് ഫോളോ അപ്പ് കോൾ. ഇത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഈ 1ാമത്തെ പോയിന്റ് മനസ്സിലായില്ലേ? നല്ലതായിരുന്നോ? ഇത് ആർക്കെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? രഞ്ജിത്ത് സാറിന് ഇത് ഞാൻ എന്താണ് ഈ പറഞ്ഞ 3 കാര്യങ്ങളൊന്ന് പറയാൻ പറ്റുമോ? ഞാൻ സാറിന് അൺമ്യൂട്ട് തരാം. എന്താണ് 3 കാര്യങ്ങൾ എന്നുള്ളത്? ഈ 1ാമത്തെ പോയിന്റും അതിന്റെ 3 കാര്യങ്ങളും. രഞ്ജിത്ത് സാറ് കുടുങ്ങി, പറയും. തുടക്കം കുറച്ച് മിസ്സായി. ഞാൻ പ്രധാനപ്പെട്ട 1ാമത്തെ പോയിന്റ് ഒന്നാമത്തെ പറഞ്ഞത് ബിൽഡ് എ സ്ട്രോങ് കസ്റ്റമർ ബേസ്. വെരി ഗുഡ്. അതിൽ വരുന്ന 3 പോയിന്റുകൾ, അതിൽ വരുന്നത് പ്രൊഡക്റ്റ് നോളജ്, സാമ്പിളിംഗ് സ്ട്രാറ്റജി, ഫോളോ അപ്പ് കോള്. ആദ്യത്തെ 2 എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. അവസാനത്തെ സാമ്പിളിംഗ് സ്ട്രാറ്റജിയുടെ പകുതി വിട്ടിട്ട് ഞാൻ കേട്ടെ.
വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, എക്സ്പീരിയൻസ്. അപ്പൊ ഞാന് കുഴപ്പമില്ല, അത് സംഭവം മനസ്സിലായി. നമ്മള് പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് കുറെ വാദോരത് സംസാരിക്കുന്നതിനെക്കാട്ടും നല്ലത് ഒരു ചെറിയ രീതിയിൽ അതിന്റെ സാമ്പിൾ എടുത്ത് കാണിച്ചു കൊടുക്കുന്നത് വളരെ അധികം ഫലം ചെയ്യും എന്നുള്ളത് അത് ഭയങ്കരമായിട്ട് മനസ്സിലായി. അങ്ങനെ തന്നെയാണ് ചില പ്രൊഡക്റ്റുകളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയേക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഫോളോ കോള് അതിലാണ് കുറച്ചൊരു ഇതുള്ളത്. ഒന്ന് ടൈം കിട്ടണമെന്നില്ല, പിന്നെ മറന്നുപോകല്, അതൊക്കെയാണ്. ശരിയായി വരും. അതിനെന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ ഈ ക്ലാസ്സിൽ ഞാൻ അവസാനം പറയുന്നുണ്ട്, എന്ത് ചെയ്യണം ഒക്കെ നമ്മൾ മാക്സിമം നമ്മളൊന്ന് കവർ ചെയ്യും. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത പോയിന്റ് പറയാനായിട്ട് എല്ലാവരും സജ്ജരായിട്ട് ഇരിക്കണം. എന്തായാലും രജിസ്ട്രാറിന് ഇത്രയും ആളുകളുടെ മുമ്പിൽ അഭിമുഖീകരിക്കാൻ ഒരു സമയം കിട്ടി എന്നുള്ളതാണ്. അടുത്ത ഭാഗ്യവാൻ ആരായിരിക്കും നമുക്ക് നോക്കാം. അടുത്ത കൈ ഹാൻഡ് റൈസ് ചെയ്യിപ്പിക്കാം കേട്ടോ. നാസിയമ്മയുടെയൊക്കെ വീഡിയോ ഉണ്ടെങ്കിൽ വന്നിട്ട്, വെരി ഗുഡ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് കഴിഞ്ഞു. നല്ലതായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ലതാണെങ്കിൽ നിങ്ങൾ ചാറ്റിൽ ഗുഡ് പോയിന്റ് അല്ലെങ്കിൽ ഒരു തമ്പപ്പൊക്കെ ഇടൂ. അപ്പൊ നമ്മള് പ്രോഗ്രാം ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവട്ടെ. ഓക്കെ, എഴുതിയെടുക്കണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് ഇത് കയറുള്ളൂ കേട്ടോ. ഒന്ന് രണ്ടാമത്തെ പോയിന്റ് ആണ്, വെരി സിമ്പിൾ ആണ്. ഒരാള് കമന്റ് ഇടണം. എന്താന്ന് വെച്ചാല് നിങ്ങളുടെ സ്ഥലം ഏതാണ്? സ്ഥലം എനിക്കറിയുന്ന ഇപ്പോ നമ്മുടെ രഞ്ജിത്ത് സാറിന്റെ സ്ഥലം വടക്കാഞ്ചേരിയാണ്. രഞ്ജിത്ത് സാർ എന്റെ തൊട്ടടുത്താണ്, അതുകൊണ്ടാട്ടോ. നിർമ്മല മേഡത്തിന്റെ സ്ഥലം തൃശ്ശൂരാണ് അല്ലെ എന്ന് വിചാരിക്കുക. തൃശ്ശൂര്. അത് തൃശ്ശൂർ ഇത്തിരി വലിയ സ്ഥലമായി പോയി, വലിയ സിറ്റി ആയതുകൊണ്ട്. ഓക്കെ, നാസിയ മേഡത്തിന്റെ സ്ഥലം ഏതായിരുന്നു? എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നല്ലോ, വിട്ടുപോയി. രജീഷ് സാറാണ്, പത്തരമംഗലം അല്ലെ? ആരാണത്? രാജേഷ് സാറ്, പത്തരമംഗലം. യെസ്, ഓക്കെ, മതി മതി മതി. രാജേഷ് സാറ് നല്ലൊരു വ്യക്തിയാണ്. പത്തരമംഗലം എന്നുള്ള സ്ഥലത്താണ് അദ്ദേഹം ഉള്ളത് കേട്ടോ. അപ്പോ രാജേഷ് സാറിനൊക്കെ അറിയില്ല, അതൊന്നും മനസ്സിലായില്ല, എന്നിരുന്നാലും. അപ്പോ പത്തരമംഗലം എന്നുള്ള സ്ഥലത്ത് സാർ ആർസി ബിസിനസ് തുടങ്ങി. ഡിസ്പ്ലേ വാൾ ഉണ്ട്, 5000 PV 10000 PV ഒക്കെ ഓരോ മാസം ക്രിയേറ്റ് ആവുന്നുണ്ട്. അത് സാറ് നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും സാറിന് അറ്റ്ലീസ്റ്റ് സ്റ്റാർ അച്ചീവർ ആവണമെങ്കിൽ പത്തരമംഗലം വിട്ടേ പറ്റുള്ളൂ. JRC നമ്മൾ പത്തരമംഗലത്തെ അങ്ങോട്ട് ഒതുങ്ങി കൂടുകയാണ്. നമ്മൾ പത്തരമംഗലത്ത് എന്താകാണ്, അങ്ങോട്ട് ഒതുങ്ങി കൂടാണ്. എന്റെ സ്ഥലം തെക്കുംകരയാണ്, റമീസ് തെക്കുംകര എന്റെ പേരുണ്ട്. ഞാൻ തെക്കുംകരയിൽ കണ്ട് എടുക്കുകയാണ്. ഫുള്ള് ബിസിനസ് തെക്കുംകരയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുവരികയാണ്. പക്ഷേ RCMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡർഷിപ്പ് പൊസിഷനാണ് സ്റ്റാർ. ഇപ്പൊ ഓപ്പണർ ആൻഡ് അബോവ് ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം അല്ലെ? ഓപ്പണർ ആൻഡ് അബോവ് ക്ലാസ് ഇങ്ങനെയാണെങ്കിൽ സ്റ്റാർ ആൻഡ് അബോവ് ക്ലാസ് എങ്ങനെ ഉണ്ടായിരിക്കും? JRC മനസ്സിലായോ? അപ്പൊ സ്റ്റാറിലേക്ക് നിങ്ങൾക്ക് വരുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പത്തരമംഗലം വിടണം, അടൂര് വിടണം, റമീസ് തെക്കുകാര് വിടണം. അവിടെ നിന്ന് കളിക്കുകയാണെങ്കിൽ പാത്രമംഗലം അല്ലേ? സോറി സോറി സോറി. നമ്മൾ അവിടെ നിന്ന് കളിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, എക്സ്പാൻഡ് യുവർ ബിസിനസ്. JRC എന്താണ്? എക്സ്പാൻഡ് യുവർ ബിസിനസ് നിങ്ങൾ വലുതാക്കാനായിട്ട് ശ്രമിക്കണം. പ്രേമിള മേഡം മേച്ചറാണ്. അപ്പൊ മേച്ചറിൽ പ്രേമിള റോയൽറ്റി അച്ചീവർ ആണ്. മേച്ചറൊക്കെ പണ്ടേ വിട്ടതാണ് എന്നാണ് പറയുന്നത്. വെരി ഗുഡ്. അപ്പോ എക്സ്പാൻഡ് യുവർ ബിസിനസ് എഴുതിക്കോളൂ. അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് ഡെയിലി കോണ്ടാക്ട് ഗോൾ. ഒന്നാമത്തെ പോയിന്റ് ആണ് ഡെയിലി കോണ്ടാക്ട് ഗോൾ. സ്ഥിരമായിട്ട് നമുക്കൊരു ഗോൾ വേണം, കോണ്ടാക്ട് ചെയ്യണം ഗോൾ. എനിക്ക് എന്റെ പഴയ ക്യാരക്ടർ എന്നുള്ളത് ആരോടും സംസാരിക്കാതെയും ആരോടും കമ്പനി ഇല്ലാത്ത ക്യാരക്ടർ. എന്റെ ക്യാരക്ടർ സക്സസ് ആവാൻ പറ്റില്ല, എനിക്ക് മനസ്സിലായി. 5 വർഷം എക്സ്പീരിയൻസ് കൊണ്ട് പറയാം. ആരോടും മിണ്ടാതിരിക്കുന്ന ഒരു ഒറ്റയ്ക്ക് ഒരു മൂലയിലിരിക്കുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് RCM സക്സസ് ആവാൻ വളരെ ബുദ്ധിമുട്ടാണ്, സമയമെടുക്കും. അതിനും നല്ലത് ഞാൻ എന്ത് ചെയ്തു, എനിക്കൊരു ചെറിയൊരു ടാർഗറ്റ് ഗോൾ സെറ്റ് ചെയ്തു. എന്താണ് നിങ്ങൾക്ക് തരുന്ന ടാർഗറ്റ് ഗോൾ? എന്താണ്? സിമ്പിൾ ആണ്. 5 മുതൽ 10 വരെ ഒരു ദിവസത്തിൽ നിങ്ങൾ ആളുകളായിട്ട് നിങ്ങൾ കണക്ഷൻ ഉണ്ടാക്കണം, കമ്പനി ഉണ്ടാക്കണം എന്നുള്ളതാണ്, പരിചയപ്പെടണം എന്നുള്ളതാണ്. RCM പറയണം എന്നല്ല ഞാൻ പറയുന്നത്, പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം, ബന്ധം ഉണ്ടാക്കണം. എന്താ ചെയ്യേണ്ടത്? ബസ് സ്റ്റോപ്പിലൊക്കെ ബസ്സൊക്കെ കാത്തിക്കാൻ പറയണം. ഇന്നെന്താ ബസ്സൊന്നും വരാത്ത, ബസ് തില്ലണാവോ നിങ്ങൾ ചോദിക്കുക. അപ്പൊ അറിയാത്ത ആള് അത് ചേട്ടപ്പ് വരും, 5 മിനിറ്റ് വരും. അതിപ്പോ നല്ല മഴയാണല്ലോ ഇന്ന്, അല്ലെങ്കിൽ ചോദിക്കും നല്ല വെയിലാണല്ലോ ഇന്ന്, അല്ലെങ്കിൽ സമയം എത്ര, വാച്ച് കിട്ടിയിട്ട് ഞാൻ സമയം ചോദിക്കരുത്. അത് വേറെ കാര്യം. വെറുതെ കോമൺ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക. അങ്ങനെ ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുക. 5 മുതൽ 10 വരെ ഉള്ള ആള് നിങ്ങൾക്ക് സംഖ്യ എടുക്കാം. എന്നിട്ട് നിങ്ങളുടെ ബന്ധങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 5 to 10 ഡെയിലി കോണ്ടാക്ട് ഗോൾ. അതായത് ഒന്നാമത്തെയാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഷോപ്പ് ടൈപ്പ്. എന്താണ് ഷോപ്പ് ടൈപ്പ്? നിങ്ങളുടെ അടുത്ത് ഇഷ്ടം പോലെ സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ? സ്ഥാപനങ്ങൾ ഇപ്പോ അടൂര് അല്ലെങ്കിൽ എൻ്റെ തെക്കുംകര എടുത്താൽ മതി. എൻ്റെ തെക്കുംകരയിൽ പലചരക്ക് കട ഉണ്ടായിരിക്കും,
പിന്നെ എന്ത് കടകൾ ഉണ്ടായിരിക്കുക, ഒരു ഇലക്ട്രീഷ്യൻ ഷോപ്പ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു അക്ഷയ സെന്റർ ഉണ്ടായിരിക്കും, പിന്നെ അങ്ങനെ ഒരുപാട് കടകൾ ഉണ്ടാവില്ലേ, പിന്നെ അങ്ങനത്തെ ഇഷ്ടംപോലെ ഹാർഡ്വെയർ ഷോപ്പുകൾ ഉണ്ടായിരിക്കും, തുണിക്കട ഉണ്ടായിരിക്കും, എന്തൊക്കെ ഉണ്ടാവും മറ്റേ കടകൾ ഉണ്ടായിരിക്കും. ഇങ്ങനത്തെ ഷോപ്പുകളായിട്ട് ഒരു ടൈപ്പ് നിങ്ങൾ കൊണ്ടുവരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ അതിന്റെ ഗുണം? എന്താ ഇതിന്റെ ഗുണം? അവിടെ ആളുകൾ കയറി ഇറങ്ങുന്ന ആളുകളാണ്, അല്ലെ? ആളുകൾ സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ കയറി ഇറങ്ങുന്ന ഒരു മേഖലയാണ്. അപ്പോ നമ്മളവിടെ കടയിൽ പോയിട്ട് ടൈപ്പ് എങ്ങനെ ആക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് വളരെ വാല്യുബിൾ ആണ്. ഇന്നത്തെ സെഷൻ വേറെ ഒന്നും കേട്ടിട്ടില്ലെങ്കിലും ഇത് കേട്ടാൽ നിങ്ങളുടെ ബിസിനസ് വളരെയധികം സ്പീഡപ്പ് ചെയ്യും, ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. വളരെയധികം ശ്രദ്ധിച്ചോളൂ കേട്ടോ. അവിടെ പോയിട്ട് എന്താ പറയേണ്ടതെന്ന് വെച്ചാല്, സാർ ബന്ധം ഉണ്ടാക്കണം കേട്ടോ. ബന്ധം ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളൊരു നല്ല ചാമ്പ്യൻ പേഴ്സണാലിറ്റി ഒന്ന് മനസ്സിലായി അതിന് ശേഷം നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പറയാനായിട്ട് പോവാണ്. സാർ, RCMല് ഞാൻ വർക്ക് ചെയ്യുന്നു ഇത്ര കാലമായി. ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ഹോം ഷോപ്പ് നടത്തുന്നുണ്ട്. എനിക്ക് മിനിമം 40,000 50,000 ഇവിടെ സെയിൽ എൻ്റെ വീട്ടിൽ പോയി ഇരുന്നുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സാറുള്ളത് ഇവിടെ ഓപ്പൺ സ്പേസിലാണ്, വടക്കാഞ്ചേരി ഒരു ചെറിയ സിറ്റി എന്ന് വിചാരിച്ചു, ഒരു ഓപ്പൺ സ്പേസിലാണ് സാർ ഇരിക്കുന്നത്. സാറിന് സുഖമായിട്ട് 10,000 രൂപയുടെ സാധനങ്ങൾ RCMനോട് വിൽക്കാൻ പറ്റും. 10,000 രൂപയുടെ സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ 5,000 PV ക്രിയേറ്റ് ആവും. 5,000 PV ക്രിയേറ്റ് ആവും. നമ്മൾ പതുക്കെ നമ്മൾ കറഞ്ഞെടുക്കുകയാണ്. 5,000 PV ക്രിയേറ്റ് ചെയ്ത് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് നിങ്ങൾ എന്താ, ഞാൻ കുറെ ചിലപ്പോൾ വിട്ടുപോയില്ല, നിങ്ങൾ മാക്സിമം ആളുകൾ ചാറ്റിലോട് പറയൂ 5,000 PV ക്രിയേറ്റ് ചെയ്താൽ. ഞാൻ പറഞ്ഞല്ലോ, 2-3 പറഞ്ഞുതരാം. ഒന്നാമത്തെയാണ് 5,000 ക്രിയേറ്റ് ചെയ്യണേ 10,000 PVയുടെ സെയിൽ നടക്കുമ്പോഴാണ് 5,000 PV ക്രിയേറ്റ് ചെയ്യല്ലേ. ഈ 10,000 രൂപയുടെ സെയിൽ ഏറ്റവും മിനിമം 1,000 രൂപ കിട്ടുമോ JRCM? അല്ലെ? മാർജിനിലൂടെ 1,000 രൂപ കിട്ടും, 2,000 രൂപ കിട്ടും. ഞാൻ പറഞ്ഞു 1,000 രൂപ കിട്ടാതിരിക്കില്ല, അല്ലെ? 1,000 രൂപ കിട്ടും, അല്ലെ? രണ്ടാമത്തെ കാര്യം, ഓരോ 6 മാസത്തിലും ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും, അല്ലെ? ഓരോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്തോളൂ, സെയിൽ ചെയ്തൂടെ? ഫ്രീ പ്രൊഡക്റ്റ് ഇതാ പ്രസന്റ് ഉണ്ട്, ഫ്രീ പ്രൊഡക്റ്റ്, വെരി ഗുഡ്. നമ്മുടെ രണ്ടാളും മനസ്സ് വന്നു. അതാണ് മൂന്നാമത്തതാണ്, ഏറ്റവും മിനിമം കമ്മീഷൻ. ഒരാൾ പോലും അടിയിലില്ലെങ്കിൽ 100 രൂപ കിട്ടും, 100 രൂപ കിട്ടും. മൂന്ന് കാര്യങ്ങളായി, അല്ലെ? അദ്ദേഹത്തിന്റെ എക്സ്ട്രാ ഇൻകം, എക്സ്ട്രാ ഇൻകത്തിന്റെ കാര്യം പറയണം. അപ്പൊ അതാണ് നടക്കുക. അപ്പൊ നമ്മൾ എക്സ്ട്രാ ഇൻകം പറയാണ്. നിങ്ങൾ ഈ കടയിൽ ഇരുന്നിട്ട് ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് എല്ലാവരും ഓൾറെഡി ഷെൽഫ് ഉണ്ട്, എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്, ആളുകൾ വന്ന് പോകുന്നതാണ്. ഈ പ്രൊഡക്റ്റോട് ഡിസ്പ്ലേ ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഒരു മാസം മിനിമം നിങ്ങൾക്ക് 1,000 രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓരോ 6 മാസത്തിലും 5,000 രൂപ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. മാത്രമല്ല ഏറ്റവും ചെറിയത് 100 രൂപ തൊട്ട് 350 രൂപ വരെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. ഇത് പറഞ്ഞു കൊടുക്കുക. ഇനി ചെയ്യേണ്ട കാര്യം ഇനിയാണ് കളി. എന്നിട്ട് ഇന്നലെ ഡോക്ടർ രാജൻ സാറ് ഡയമണ്ട് ക്ലബിന്റെ ഡ്യൂപ്ലിക്കേഷൻ ഒരു സ്ലൈഡ് കാണിച്ചു സ്ക്രീനിൽ. 8 മാസം കൊണ്ട് എങ്ങനെ 50,000 1,00,000 മുകളിൽ വരുമാനം കാണിക്കുന്ന സ്ലൈഡ് കാണിച്ചു. അത് അങ്ങോട്ട് അദ്ദേഹത്തിന് മുമ്പിൽ ഇട്ടുകൊടുക്കുക. എന്നിട്ട് പറയാ, സാറ് പലചരക്ക് കട നടത്തുന്ന ആളാണ്, സാറ് ഫ്രൂട്ട്സ് കട നടത്തുന്ന ആളാണ്, സാറിന്റെ പോലെ ഫ്രൂട്ട്സ് കടയിൽ ബന്ധമുള്ള എത്ര ആളുകളുണ്ട്? ഇഷ്ടംപോലെ ആളുകളില്ലേ സാറേ? എന്നെ ഒന്ന് കണക്ട് ചെയ്ത് തരൂ, ഞാൻ അവിടെ പോയി സംസാരിക്കാം, ഈ കാര്യം കാണിച്ചു കൊടുക്കാം. നിങ്ങൾ 8 പേരെ കണക്ട് ചെയ്ത് തന്നാൽ മതി, ഞാൻ സംസാരിക്കാം, അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. സാറിന് സഹായം ഉണ്ടായിരിക്കണം, സാർ എന്നെ പരിചയപ്പെടുത്തണം. ആദ്യം സാറ് 10,000 രൂപയുടെ സെയിലോടെ വരാൻ നോക്കണം. വേണേൽ 2-3 മാസം എടുത്തോ, നോ പ്രോബ്ലം. എന്നിട്ട് മതി 10,000 രൂപയുടെ സെയിൽ ഉണ്ടാക്കാൻ പറ്റുമോ? കാരണം 10,000 രൂപയുടെ സെയിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ, ഇങ്ങനെ ആളുകൾ 8 ആളുകളുടെ കണക്ഷൻ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ അവിടെ പോയി സംസാരിച്ചാൽ അദ്ദേഹം കൂടി അത് ചെയ്യുകയാണെങ്കിൽ സാറിനും 8 മാസത്തിൽ ഏത് പൊസിഷൻ കയറാൻ പറ്റും? ഈ പറഞ്ഞ പോലെ സ്റ്റാർ പ്ലാറ്റിനം ആവാൻ പറ്റും. ഒരു മാസത്തിൽ 1,00,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് വരുമാനം കൊണ്ടുവരാൻ പറ്റും JRCM. ഇതങ്ങോട്ട് പറഞ്ഞാൽ അതാണ് ഷോപ്പ് ടൈപ്പ്. ഇവർ ഓപ്പൺ പ്ലേസിലൊക്കെ എടുക്കണേ, അല്ലെ? ഒരു ഷോപ്പ് നമുക്ക് ഈ കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ എന്താ ഗുണം? ഒരു ഷോപ്പിന് ഈ കാര്യം മനസ്സിലായി എന്താ കഴിഞ്ഞാൽ എന്താ ഗുണം? 5,000 PV ജനറേറ്റ് ആയോ? ഈ 1,000 PV കഷ്ടപ്പെടുകയാണ് നമ്മള്, 1,000 PV ഒരാള്. പക്ഷെ ഷോപ്പുകളായിട്ട് ടൈപ്പ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോ എന്റെ ടീമിൽ ഒരു ശാരദ മാഡം ഉണ്ട്. ശാരദ മാഡം പാർലിക്കാട് ഒരു ഷോപ്പിനായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. കഴിഞ്ഞ മാസം അദ്ദേഹം 11,000 PV ചെയ്തു. ഈ മാസം തുടക്കത്തിൽ 5-ാം തീയതിക്കുള്ളിൽ ആള് 7,000 രൂപയുടെ സാധനം വാങ്ങിച്ചേക്കുന്നു. ഞാൻ ചോദിച്ചു, സാർ എന്താ ചെയ്യണേ? അപ്പൊ അവരുടെ അത് ഞങ്ങൾക്കറിയണില്ല എന്നൊക്കെ. ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കണോ? അപ്പൊ സ്റ്റോക്ക് ഒന്നും കാണാനും ഇല്ല. അപ്പൊ അത് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയുന്നത്. അപ്പൊ ആലോചിക്കുക, അവരെ സംബന്ധിച്ച് സിമ്പിൾ കാര്യമാണ്. ആലോചിക്കുക, നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കും. അപ്പോ ഇത് ഞാൻ പറഞ്ഞു, ഒരു ഷോപ്പ് നമ്മളൊപ്പം ടൈപ്പ് ചെയ്താൽ ഒരു ഷോപ്പിൽ നിന്ന് 10 റെഫറൻസ് എടുക്കണം. 10 ആളുകളെ കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ഇതൊന്ന് സക്സസ് ആയി കഴിഞ്ഞാൽ എന്തായി? നിങ്ങൾക്ക് ഒരാളിലൂടെ 50,000 PV ക്രിയേറ്റ് ചെയ്യാൻ പറ്റും JRCM, അല്ലെ? ഒരാൾ വന്നു കഴിഞ്ഞാൽ, ഒരു ഷോപ്പുകാരൻ ഇത് വിഷം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒരു ഷോപ്പിലൂടെ 10 ഷോപ്പ് കണക്ട് ചെയ്താൽ 50,000 ക്രിയേറ്റ് പറ്റും. പക്ഷെ നിങ്ങൾ ഒരു ഓപ്പൺ ആൻഡ് എബോ ലീഡർ ആണ്. നിങ്ങൾ ടാർഗറ്റ് വെക്കേണ്ടത് ഏറ്റവും മിനിമം 100 ഷോപ്പുകളാണ്. പലചരക്ക് കട മാത്രമല്ല ഞാൻ പറയുന്നത്, മനസ്സിലായില്ലേ? 100 ഷോപ്പുകൾ ടാർഗറ്റ് വെക്കുക. എത്ര PV ആയി സാറേ? ആർക്കറിയാം?
100 ഇൻറ്റു 500, സോറി 5000, എത്ര പിരി കയറും അല്ലേ? പേള് എന്നൊക്കെ ഉള്ളത് എന്താണ് സാർ? അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല സാർ. ഇതൊക്കെ വലിയ കാര്യമാണ്, ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് സാർ. പക്ഷെ ആത്മാർത്ഥമായ ആർസിയം മനസ്സിലാക്കുന്ന ആളുകൾക്ക്, ബിസിനസിന്റെ വിഷൻ കിട്ടിയ ആളുകൾക്ക്, ഈ പറഞ്ഞ ഷോപ്പ് ടൈപ്പ് നമ്മളൊന്ന് കൊണ്ടുവന്നാൽ എത്ര PV ക്രിയേറ്റ് ചെയ്യും ആലോചിക്കത്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. എന്താ ക്രിയേറ്റ് ചെയ്യുന്നത്? കഴിഞ്ഞ മാസം വന്ന അച്ചീവ്മെന്റ് ഡബിൾ അച്ചീവ്മെന്റ് ഈ മാസം കൊണ്ടുവരാൻ പറ്റും. വെറും ഷോപ്പുകളെ നിങ്ങൾ ടൈപ്പ് ചെയ്തോ. ഷോപ്പുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്, നോ പ്രോബ്ലം. പല പ്രതിസന്ധി ഉണ്ടായിരിക്കും. പക്ഷേ ഷോപ്പ് ടൈപ്പ് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. നമ്മുടെ ബിസിനസ് സസ്റ്റൈൻ ആയിട്ട് പോകുന്ന ഒരു അവസ്ഥ വരും. ARCM ഇത് മനസ്സിലായോ? 2 പോയിന്റ് ഞാൻ പറഞ്ഞുള്ളൂ. ഒന്ന്, എക്സ്പാൻഡ് യുവർ നെറ്റ്വർക്കിൽ ഡെയിലി കോണ്ടാക്ട് എടുക്കണം. ഞാൻ അത് എടുത്ത് ഞാൻ ഫോട്ടോ സെറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾക്ക്. ആ ഫോട്ടോ സെറ്റ് അവർക്ക് കൊടുക്കണം, ഫ്രീ ആയിട്ട് കൊടുക്കണം. അവരെ ചിലപ്പോൾ അപ്പം തീരുമാനം എടുത്തില്ലെങ്കിലും നിങ്ങൾ തീരുമാനം എടുത്ത് നിങ്ങളൊരു വിസിറ്റിംഗ് കാർഡും കൊടുക്കുക. ഞാൻ ഞാൻ എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ആ പറഞ്ഞ പ്രസന്റേഷൻ കാണിക്കാറില്ലേ സാർ സ്ലൈഡിൽ, ആ സ്ലൈഡ് എടുത്ത് അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് എൻ്റെ വെച്ചിട്ടുണ്ട്. ഇതെന്താണ്? ഇത് കൊടുത്ത് വിശദീകരിക്കുക നമ്മുടെ പരിപാടി അല്ലേ? നമ്മുടെ ജോലി ഇതാണ്, വിശദീകരിച്ച് കൊടുക്കുക, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ എന്തായി? അപ്പോൾ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ഡെയിലി നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് വേണം, കോൺടാക്ട് ചെയ്യുന്ന ലിസ്റ്റ് വേണം. 2, നിങ്ങൾ എന്ത് ചെയ്യണം? ഷോപ്പ് ടൈപ്പ് വേണം. മൂന്നാമത്തെ, ഇതിന്റെ ഇടയിൽ തന്നെ ഞാൻ പറഞ്ഞു പോയി, മൂന്നാമത്തെ പോയിന്റ് ആണ് റെഫറൽ സിസ്റ്റം. നമ്മൾ ആ ഷോപ്പുകാരോട് 10 ആളെ റെഫറൽ തരാൻ പറയണം. ഒരു സാധാരണക്കാരനാണെങ്കിൽ അവര് 10 ആളെ റെഫറൻസ് തരണം. അങ്ങനെ തരാൻ പറ്റണം. ഞാൻ ഈ കാര്യം എന്റെ ടീമിൽ ധനലക്ഷ്മി മാഡത്തിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ധനലക്ഷ്മി മാഡം പറഞ്ഞു, എന്റെ അവിടെ ഒരു അരി മില്ലുണ്ട്, അവിടെ അവര് അത് ഓക്കെയാണ്, സാർ ഒന്ന് വരെ സംസാരിക്കാം. അപ്പൊ ഇനിയിപ്പോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ലീഡർമാർ വിളിവും, ലീഡർമാർക്ക് പിന്നെ ഇരിക്കാൻ സമയം ഉണ്ടാവില്ല. അതല്ല പറയുന്നത്. അങ്ങനെ ഒരാളെ ആശ്രയിച്ച് നിങ്ങൾ ബിസിനസ് കൊണ്ടുപോകരുത്. നിങ്ങൾക്ക് വളരണം, നിങ്ങൾക്ക് ലീഡർ ആവണമെങ്കിൽ നിങ്ങൾ തന്നെ പറയാം. സംഭവം ഞാൻ പോകുന്നുണ്ട്, അത് വേറെ കാര്യം, അതല്ല പറയുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ സ്ലൈഡ് എടുത്ത് പറയാൻ പോവാണ്. ആലോചിക്കൊക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു കാര്യം ടീമിനോട് എത്രയോ കണക്ഷൻസ് കിട്ടും നമുക്ക്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ ബീന മാഡം? അല്ലെ? ഷോപ്പ് ടൈപ്പ് കൊണ്ടുവരണം, റഫറൽ സിസ്റ്റം കൊണ്ടുവരണം. അപ്പോൾ 3 കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. എക്സ്പാൻഡ് യുവർ നെറ്റ്വർക്കിൽ 3 പോയിന്റ്, ഡെയിലി കോണ്ടാക്ട് ഗോൾ 2, ഷോപ്പ് ടൈപ്പ് 3, റഫറൽ സിസ്റ്റം. നല്ലതാണോ? പറഞ്ഞ പോയിന്റ് നല്ലതാണെങ്കിൽ നിങ്ങളൊരു ചെറിയ കമന്റ് കൊടുക്കുക, നല്ലതായിരുന്നു സാർ, അല്ലെങ്കിൽ മോശമായിരുന്നു സാർ, സാർ ഒന്നുകൂടി നന്നാക്കാണ്ട് എന്ന് പറയും. ഓക്കെ, ആമിന മേഡൊക്കെ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോയിന്റ് ആർക്കാണ് പറയാൻ പറ്റുക? ആരെങ്കിലും ഒരാൾ ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓപ്ഷൻ തരായിരുന്നു. 3 കാര്യങ്ങളായിരുന്നു. 3 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു രണ്ടാമത്തെ പോയിന്റിൽ 3 കാര്യങ്ങളുണ്ട്. അലേഖ് പ്രസാർ ഒറ്റ മാസം തന്നെ 3 പൊസിഷൻ റോയൽറ്റിയിൽ ചാടിക്കടന്ന വ്യക്തിയാണ്. സാറിനൊക്കെ വളരെ ആക്റ്റീവായ ആളുകളൊക്കെ വരുമ്പോൾ ഇത് 100 1000 ഷോപ്പുകളിൽ നിങ്ങളൊരു ലീഡർ ആണെങ്കിൽ നിങ്ങളത് ഫോക്കസ് ചെയ്യും. 1000 ഷോപ്പുകളാണ് നമ്മുടെ ടാർഗറ്റ്. നമ്മൾ ടാർഗറ്റ് വലുതാവുമ്പോഴാണ് നമ്മുടെ എഫേർട്ട് അതിനനുസരിച്ച് വലുതാവുള്ളൂ. ഓക്കെ, അപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആരെയും വിളിക്കുന്നില്ല. അടുത്ത പോയിന്റ് വിളിക്കാം, വിനോദ് സാറിനെ വിളിക്കാം അടുത്ത പോയിന്റ്. അപ്പൊ എന്തായാലും മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയാനുള്ളത്, യൂസ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ മാർക്കറ്റിംഗ്. യൂസ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ മാർക്കറ്റിംഗ്. എന്താണ് യൂസ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ മാർക്കറ്റിംഗ്? നമുക്കൊന്ന് നിങ്ങൾ എഴുതിയെടുത്തെന്ന് വിചാരിക്കുന്നു. യൂസ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ മാർക്കറ്റിംഗ് കേട്ടോ. അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് വാട്സപ്പ് സ്റ്റാറ്റസ് ആൻഡ് ഗ്രൂപ്പ്സ്. RCM ഗ്രൂപ്പുകളിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ സ്റ്റാറ്റസ് ഇടാനുള്ളത് വരുന്നുണ്ട്. പ്രൊഡക്റ്റ് വരുന്നുണ്ട്, സിസ്റ്റം വരുന്നുണ്ട്, ഇതിൽ വിജയിച്ച ആൾക്കാർ വരുന്നുണ്ട്, ടെസ്റ്റിമോണിയൽസ്, റിസൾട്ട്സും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇത് നിങ്ങൾ സ്റ്റാറ്റസ് ഇടുന്ന ഒരു രീതി ഉണ്ടാക്കണം. 1. രണ്ടാമത്തെയാണ് RCMന്റെ വാട്സപ്പ് ഗ്രൂപ്പ്. നിങ്ങൾ അത് കൊണ്ടുവരണം. വാട്സപ്പ് ഗ്രൂപ്പ്. സാർ എനിക്ക് ഗ്രൂപ്പ് ഉണ്ട് സാർ. ആ ഗ്രൂപ്പിന്റെ കാര്യമില്ല ഞാൻ പറഞ്ഞത് വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾ പേഴ്സണലി ഉണ്ടായിരിക്കണം. നിങ്ങളുടെ എല്ലാ റിലേറ്റീവ്സ്, കൂട്ടുകാരെയും എല്ലാ ബന്ധുക്കളെയും എല്ലാ അയൽവാസികളെയും എല്ലാവരെയും പിടിച്ചിട്ട് നിങ്ങൾക്ക് അറിയണം, നിങ്ങളെ വാട്സപ്പ് തുറക്കുക, എന്നിട്ട് ക്രിയേറ്റ് ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ നിൽക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരും പിന്നെ അങ്ങോട്ട് വരിക, ഫുൾ എല്ലാവരെയും പിടിച്ച് അതിൽ ആഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? RCM എന്നുള്ള ഹെഡ്ലിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുത്തു, ആരോഗ്യമാണ്, സമ്പത്ത് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പേര് കൊടുത്തിട്ട് ഒരു ഗ്രൂപ്പ് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് RCMന്റെ കാര്യങ്ങൾ അതിൽ, RCMന്റെ പ്രൊഡക്ട്സും RCMന്റെ അവസരം ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ ചില ആളുകൾ ഗ്രൂപ്പ് ഇഷ്ടമില്ല, അവർ ലെഫ്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾ നിർബന്ധിക്കണ്ട. അവനോടെ പറയണ്ട ലെഫ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ലെഫ്റ്റ് ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല കേട്ടാ. അത് പറയേണ്ട ആവശ്യമില്ല, അത് അവർക്ക് അറിയാലോ. ഒരു ലെഫ്റ്റ് ആയിക്കോട്ടെ, നമ്മളിപ്പോ ഇതിനെ പറയണ്ടേ. ആ ഗ്രൂപ്പ് തുടങ്ങിയാൽ RCMൽ പുതിയ പെയിന്റ് ഉണ്ട്,
ഏറ്റവും വിറ്റുന്ന വെച്ചാൽ നേരത്തെ ഒരു കടക്കാരൻ പറഞ്ഞില്ലേ 11,000 ബേബി. അദ്ദേഹത്തിന് മുകളിലെ ബിൽഡിംഗ് ഫുള്ള് പെയിന്റ് അടിച്ചു. ഞാൻ അതിനുശേഷം ഞാൻ കാണാൻ പോകുമ്പോൾ പറയാം ഏഷ്യൻ പെയിന്റ് അടിച്ചു വെച്ചിട്ടുണ്ട്. സാറ് തന്നെ ഏഷ്യൻ പെയിന്റ് എടുത്ത് ആർസൻ പെയിന്റ് എടുക്കാറില്ലേ? അപ്പൊ അദ്ദേഹത്തിന് അറിയില്ല ആർസിൽ പെയിന്റ് ഉണ്ടെന്ന്. അപ്പൊ ആള് പറയാ എന്റെ മോൻ അങ്ങനെയാണെങ്കിൽ എത്ര PV ഞാൻ കളഞ്ഞു. ആള് പറയാ എന്നോട്. അപ്പൊ നമുക്ക് അത് ആളുകളിലേക്ക് നമ്മൾ അറിയേണ്ട സിസ്റ്റം എത്ര വലുതാണ്, ആർസിം എത്ര വലുതാണ്. പക്ഷെ നമ്മുടെ ആളുകൾ അറിയുന്നുണ്ടോ? നമ്മളല്ലേ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, അവര് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? അപ്പൊ അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. 3 കാര്യങ്ങൾ പറയാറുണ്ട്. സീ ഇറ്റ്, സേ ഇറ്റ്, സെൽ ഇറ്റ്. സീ ഇറ്റ്, സേ ഇറ്റ്, സെൽ ഇറ്റ്. സീ ഇറ്റ്, കാണണം ആളുകള്. ഞാൻ ചോദ്യം ചോദിക്കാം. എന്താ പറയാ, ഉന്തുവണ്ടിയില് മാങ്ങ ഇട്ടിട്ടുണ്ട്. ഒരു മാമ്പഴം വിൽക്കാൻ വേണ്ടി വെച്ചേക്കാണ്. ഒരു മാമ്പഴം ഫുള്ള് സെറ്റ് ആക്കിയിട്ട് അതിന്റെ മുകളില് ചാക്കിട്ട് വെച്ചേക്കാണ്. ഒരെണ്ണത്തിന് മുകളിൽ മാങ്ങ കാണുന്നുണ്ട്. കേട്ടോ, അങ്ങനെ 2 വണ്ടി ഉണ്ട്. നിങ്ങൾ ഇമാജിനേഷനിൽ കൊണ്ടുവരണേ. അപ്പൊ 2 വണ്ടി ഉണ്ട്. ഒരെണ്ണം മാങ്ങ ഇട്ടിട്ട് അതിന് മുകളിൽ ചാക്കിട്ട് വെച്ചേക്കാണ് കാണാത്ത രീതിയിൽ. മറ്റേല് മാങ്ങ അങ്ങനെ കാണുന്നുണ്ട്. ഏതായിരിക്കും ദിവാകരൻ സാറെ വാങ്ങിക്കാൻ ചാൻസ് ഉള്ളത്? കാണാത്തതാണോ കാണാത്തതാണോ? കാണാത്തത് അല്ലെ? കാണാത്താണ്, അത്ര ഉള്ളൂ. കാണാത്താണോ? അല്ല അല്ലെ, കാണുന്നത്. സീ ഇറ്റ്, കാണുന്നതാണ് ആളുകൾ വാങ്ങിക്കുക. അപ്പൊ കാണുന്ന ആളുകൾ പെയിന്റ് ഉണ്ടെന്ന് കാണണം, തവടണ്ണ ഉണ്ടെന്ന് കാണണം. കനകമ്മേടാണ് എല്ലാത്തിനും പെട്ടെന്ന് റിപ്ലൈ തരുന്നു കേട്ടോ. വെരി ഗുഡ്. കാണുന്നതാണ് വിൽക്കപ്പെടുക. ഇനി രണ്ടാമത്തേണ് സേറ്റ്. 2 ഉന്തുവണ്ടി ഉണ്ട്, 2 അതിലും കാണുന്നുണ്ട്. ഒരാൾ പറയുന്നുണ്ട് കിലോ 10 കിലോ 10 കിലോ 10 എന്ന് പറയുന്നുണ്ട്. ഒരാൾ മിണ്ടാതെ മൊബൈൽ കളിച്ചിരിക്കുന്നുണ്ട്. ഏതാണ് വിൽക്കപ്പെടുക? സേറ്റ്, പറയുന്നത്. കണ്ടോ? അപ്പൊ കാണണം, പറയണം, ആൻഡ് സെൽ ഇറ്റ്. മനസ്സിലായില്ലേ? കിലോ 10 പ്രസന്ന മേഡം, വെരി ഗുഡ്. വിളിച്ചു പറയുന്നത് വിൽക്കപ്പെടുന്നുള്ളതാണ് ജയ മേഡം, വെരി ഗുഡ്. അപ്പൊ എന്താണ്? അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്റ്റാറ്റസ് ഇടണം, ആർട്സിന്റെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. എപ്പോ ക്രിയേറ്റ് ചെയ്യും പറയൂ? എപ്പോ ക്രിയേറ്റ് ചെയ്യും? സാർ ക്ലാസ് ഒക്കെ അടിപൊളി ക്ലാസ്, റമീ സാറെ ക്ലാസ് എന്ത് അടിപൊളി ക്ലാസ് ആണ് സാർ. റിസൾട്ട് എവിടെ? എപ്പോ ക്രിയേറ്റ് ചെയ്യൂ എന്നുള്ളതാണ്. ഇപ്പൊ ക്രിയേറ്റ് ചെയ്യൂ. ക്ലാസ് കഴിഞ്ഞ ഉടനെ ക്രിയേറ്റ് ചെയ്യൂ. അതിന് ചങ്കുറപ്പ് വേണം. ആർട്സ് ബിസിനസ് ഒക്കെ ചെയ്യാൻ കുറച്ചൊക്കെ തൊലിക്കട്ടി വേണം അല്ലെ? സുരാജ് സാറ് പറയാറുണ്ട് കാണാപ്പുറത്തെ തൊലിക്കട്ടി വേണമെന്നൊക്കെ പറയാറ്. അപ്പൊ അതൊക്കെ വേണം നമുക്ക്. അതൊന്നും വിഷയമുള്ള കാര്യമല്ല. അപ്പൊ ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ് സോഷ്യൽ മീഡിയ പേജസ്. സോഷ്യൽ മീഡിയ പേജസ് ബിന്ദു മേഡം പറഞ്ഞു ഇന്നിടണം. അതാണ് ലീഡർ. ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ബിന്ദു മേഡം പറഞ്ഞു. ഒരു ലീഡർ നമുക്കുണ്ട്, അടിപൊളി. ഓക്കെ. രണ്ടാമത്തെയാണ് സോഷ്യൽ മീഡിയ പേജസ്. എന്താണ് സോഷ്യൽ മീഡിയയിൽ? രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. 1 ഫേസ്ബുക്ക്, 2 ഇൻസ്റ്റഗ്രാം. ഇത് 2 ഉപയോഗിക്കാറിയാത്ത ആൾക്കാർ എൻ്റെ മുമ്പിലുണ്ട്. പക്ഷേ നിങ്ങളുടെ മക്കൾക്ക് എല്ലാം അറിയാം. ഈ 2ഉം നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയുന്ന ആളുകളാണ് വരുന്നതെങ്കിൽ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും നമ്മൾ ഒരു കാര്യം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അറിയുന്നതിനേക്കാൾ അറിയാത്ത ആളുകൾക്കാണ് ഈ സാധനം പോവുക. അറിയാത്ത ആളുകൾക്ക് നാസിയ മേഡം ഞാൻ ചെയ്തിട്ടുണ്ട് സാർ, നല്ല റിസൾട്ട് ആണ്, വെരി ഗുഡ്, എക്സലന്റ്. എന്താ പറഞ്ഞേ? അറിയാത്ത ആളുകൾക്കാണ് ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഈ ഇൻഫർമേഷൻ കിട്ടുക. തവടണ്ണനെ കുറിച്ച് കിട്ടുക, ഇത് അസുഖം മാറിയത് കിട്ടുക, വുമൺ കഴിച്ചപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ മാറിയത് കിട്ടുക. ആർക്കാണ്? അറിയാത്ത ആളുകൾക്ക്. നമുക്ക് അറിയുന്ന ആളുകളാണോ ഇന്ത്യയിൽ കൂടുതൽ അറിയാത്ത ആളുകളാണോ? അറിയുന്ന ആളുകളായിരിക്കും അല്ലെ? എനിക്ക് എല്ലാവരും അറിയാത്തവരല്ലേ അല്ലെ? നമുക്ക് അറിയാത്ത ആളുകളാണ് കൂടുതൽ. അഫ്കോഴ്സ് 140 കോടി ജനങ്ങളിൽ കൂടുതലുണ്ട് ഇതില്. നമ്മൾ ഇന്ത്യയിൽ അതിൽ മാത്രം നമ്മൾ ഒരു കോംപ്രമൈസ് ഇല്ല. എല്ലാ രാജ്യങ്ങളും നമ്മൾ വെട്ടിച്ചിട്ടുണ്ട് ജനസംഖ്യയുടെ കാര്യത്തിൽ. അപ്പോ നമ്മള് അറിയാത്ത ആളുകൾക്ക് എങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ള നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോ അതിനു വേണ്ടിയിട്ട് ദൈവം നമുക്കൊരു അനുഗ്രഹം തന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് മൊബൈൽ ഫോൺ. എല്ലാവരും ഈ 140 കോടി ജനങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഈ പറഞ്ഞ സാധനം ഉണ്ട്. എങ്ങനെ ഇവരായിട്ട് കണക്ട് ചെയ്യാന്ന് നമ്മൾ നോക്കണ്ടേ? അതിനുള്ള ഏറ്റവും അല്ലെ എല്ലാവർക്കും ഇഷ്ടം എന്താണ്? ഈ റീൽസ് കാണലും, മൊബൈൽ അഡിഷൻ. എല്ലാവർക്കും അഡിഷൻ ആണ് ആടല്ലേ? അപ്പോ അതിന്റെ ഇടയിലാണ് നമ്മുടെ പോസ്റ്റ് വരുന്നത്. ആരെങ്കിലും ഒരു പേസ്റ്റ് ഇങ്ങോട്ട് വാങ്ങിച്ചാലോ PV കയറുമോ? നമുക്ക് PV കയറിയാൽ മതി. JRCM. ഓക്കെ. അപ്പോ ഇന്ന് മുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ ലീഡേഴ്സ് പോസ്റ്റ് ചെയ്യാറില്ലേ? ഇതന്നെ ഷെയർ ചെയ്താൽ മതി. നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കൂ. ഓക്കെ. 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത് വാട്സപ്പ് സ്റ്റാറ്റസ് ആൻഡ് വാട്സപ്പ് ഗ്രൂപ്പ്. രണ്ടാമതാണ് സോഷ്യൽ മീഡിയ പേജസ്. മൂന്നാമത്തതാണ് ഷോർട്ട് വീഡിയോസ്. നമ്മൾ RSMന്റെ ചെറിയ വീഡിയോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഈ
നമ്മൾ ഒന്നുകൂടി എഫക്റ്റ് കൂടണമെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങളെ വിൽക്കാൻ തയ്യാറായാലാണ് നിങ്ങളെ പ്രൊഡക്റ്റ് വിൽക്കുള്ളൂ എന്നാ പറയണേ, അല്ലേ? ഫസ്റ്റ് സെൽ യുവർ സെൽഫ് ദെൻ യുവർ പ്രൊഡക്ട്സ് എന്നാ പറയണേ. നമ്മൾ പറയാം നമ്മുടെ മുഖമൊന്നും അങ്ങനെ കാണിച്ചാൽ അതൊക്കെ എങ്ങനെയാണ്, അങ്ങനൊന്നുമില്ല. എന്തൊക്കെ ഒരു കോംപ്ലക്സ് നമുക്ക് എല്ലാവർക്കും. നമ്മള് നല്ല പാട്ടുകാരനായിരുന്നു, പക്ഷെ ആരോ പറഞ്ഞു നിന്റെ പാട്ടത്ര പോരാന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്തില്ല, പാടിയില്ല. നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, ആരോ പറഞ്ഞു നിന്റെ സംസാരം എന്ത് വളവള വരുന്നേ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യില്ല, സംസാരിച്ചില്ല. നിങ്ങൾക്ക് സ്റ്റേജിലൊക്കെ അഭിമുഖീകരിക്കാൻ ഇഷ്ടമായിരുന്നു, ആരോ പറഞ്ഞു നിന്നെ കാണാൻ ഭംഗിയില്ലല്ലോ, നിന്റെ കണ്ണെന്താ ഉണ്ടച്ചിരിക്കണേ എന്നൊക്കെ ചോദിച്ചപ്പോ നമ്മളുള്ള ആ സാധനം വീണു. അയ്യോടാ ശരിയാട്ടാ, ആൾക്കാരുടെ ഇടയിൽ നമ്മളെന്താ വിചാരിക്കുക, ഈ സാധനം ഉള്ളിൽ വന്ന് വീണു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യില്ല, പൊതുവേദിയിലേക്ക് ഇറങ്ങാനായിട്ട് നമ്മൾ എന്താവുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല, രസമാക്കി എടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്, ആ ഫീലിംഗ് മാറ്റി വെക്കണം. ആ തെറ്റായ മനോഭാവമാണ്. ഇപ്പൊ ക്യാഷിന് അറിയോ ഇത് കറുത്ത ആളാണോ വെളുത്ത ആളാണോ, പണിയെടുക്കാൻ എന്താ കഴിവുള്ള ആളാണോ, എന്താ എന്ത് ചെയ്യുന്ന ആളാണോ ചെയ്യാത്ത ആളാണോ, അങ്ങനെ എന്തെങ്കിലും ഒരു വിഭജനം ഉണ്ടാ? ഒരു വിഭജനം ഇല്ല. ഇപ്പൊ പറഞ്ഞത് എന്റെ എക്സ്പീരിയൻസ് ആണ്, റിമീസ്. വെരി ഗുഡ്. അപ്പൊ അങ്ങനെ വിഭജനം നമ്മൾ കാശിനില്ല. ആരാണ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിനുള്ളതാണ്, അല്ലെ? സിമ്പിൾ. അപ്പോ ഈ ഷോർട്ട് വീഡിയോ നമ്മൾ ക്രിയേറ്റ്, നമ്മളൊരു പ്രൊഡക്റ്റ് എടുത്തിട്ട് നമ്മൾ പറഞ്ഞു വളരെ സിമ്പിൾ ആണ്, ഞാൻ ഈ പേസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആസം പേസ്റ്റിൽ ഇതൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഈ പേസ്റ്റ് ഉപയോഗിക്കുന്നത് എന്റെ പല്ലുവേദന മാറിയതും വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഈ ഒരു ചെറിയ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തോ ഉപകാരം എന്നറിയാം. എന്തോ ഉപകാരം? ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ഉപകാരം? എന്തോ ഉപകാരം? നമ്മളില്ലെങ്കിലും റെമി സാർ സംസാരിക്കും. ഈ പ്രോഗ്രാം 8:30 ക്ലോസ് ചെയ്യണം സാറ് പറഞ്ഞിട്ടുണ്ട്. ഇതിന് കഴിഞ്ഞു കഴിഞ്ഞാലും ഈ പ്രോഗ്രാം എത്ര ആളുകൾക്ക് കേൾക്കാം? നിങ്ങളൊരു വുമൺ ടാബ്ലറ്റിന്റെ ഒരു വീഡിയോ, നിങ്ങൾ ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് വാട്സപ്പ് സ്റ്റാറ്റസിലും ഗ്രൂപ്പിലും അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ നമ്പർ കൂടി പോകണം, കോൺടാക്ട് ചെയ്യുന്ന നമ്പർ കൂടി പോയിട്ടുണ്ടെങ്കിൽ എത്ര ആളുകൾക്ക് അത് ഇങ്ങനെ ഷെയർ ചെയ്ത് പോകും. നിങ്ങളാണ് സംസാരിക്കുന്നത്, നിങ്ങളാകെ 30 സെക്കൻഡ് സംസാരിച്ചിട്ടുള്ളൂ. നിങ്ങളാകെ എത്ര സംസാരിച്ചിട്ടുള്ളൂ? 30 സെക്കൻഡ് സംസാരിച്ചുള്ളൂ. പക്ഷെ നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് പി വി ജനറേഷൻ ഇങ്ങനെ നടക്കും, നിങ്ങൾ മിണ്ടിയിട്ടില്ല. ഏതാ നല്ലത്? ഞാൻ പറയുന്നു, നിങ്ങൾ ഇപ്പോഴത്തെ പിയുടെ 10 ഇരട്ടി പി വി കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. എന്തും എല്ലാ പ്രൊഡക്റ്റും ചെറിയ ഷോർട്ട് വീഡിയോ. നിങ്ങളുടെ വരുമാനം വരുമ്പോൾ അതിന്റെ ഒരു കാര്യം, ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ആമസോൺ പ്രൊഡക്റ്റ് ഇതാ 6 മാസത്തിൽ 5000 ഫ്രീ പ്രൊഡക്റ്റ് കിട്ടി, 10,000 ഫ്രീ പ്രൊഡക്റ്റ് കിട്ടി. എവിടെയെങ്കിലും സജീവ് സാർ ചോദിച്ചു, സപ്ലൈക്കോയിൽ കിട്ടുന്നുണ്ടോ ഫ്രീ പ്രൊഡക്റ്റ്? മാവിൽ സ്റ്റോറിൽ കിട്ടുന്നുണ്ടോ ഫ്രീ പ്രൊഡക്റ്റ്? ആർസിമിലല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഷോർട്ട് വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. നിങ്ങളുടെ ആളുകൾ നിങ്ങളുടെ മുഖം കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ TCG വന്നാൽ പോലും അത്ര എഫക്റ്റ് കിട്ടില്ല. JRC ജയ മാഡം പറഞ്ഞു, ജയ മാനിച്ചു ഇന്ന് തന്നെ തുടങ്ങും. അടിപൊളി, അതൊരു പവർ തന്നെ. വെരി ഗുഡ്. അങ്ങനെ കമന്റ് ഇടണം, അപ്പോഴാണ് നിങ്ങൾ ചെയ്യുന്ന റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഈ 3 കാര്യങ്ങളാണ് യൂസ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ മാർക്കറ്റിംഗ്, വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആൻഡ് ഗ്രൂപ്പ്സ്, പിന്നെ സോഷ്യൽ മീഡിയ പേജ്. മൂന്നാമത്തെ ഷോർട്ട് വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അതിൽ നിങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം, ഇതിന്റെ ഫീച്ചേഴ്സ് പറയേണ്ടപ്പം ഞാൻ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് ഉള്ളതാണ്, ഞാൻ ഉപയോഗിച്ച് എൻ്റെ കുട്ടിക്ക് റിസൾട്ട് ഉള്ളതാണ്, എൻ്റെ ഉമ്മയ്ക്ക് റിസൾട്ട് ഉണ്ട്, എൻ്റെ മക്കൾക്ക് റിസൾട്ട് ഉള്ളതാണ് എന്ന് കൃത്യമായിട്ട് പറയണം. അപ്പൊ നിങ്ങളത് ഉപയോഗിക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. എനിക്ക് അതിന്റെ ഉദാഹരണം ഇഷ്ടംപോലെ പറയാണ്ട്, പക്ഷെ സമയം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് എന്തായാലും 8:30 ലാസ്റ്റ് പോയിന്റ്, 6 ഉണ്ടായിരുന്നു, ലാസ്റ്റ് പോയിന്റ് പറഞ്ഞ് നമ്മൾ നിർത്തും. 4-ാമത്തെയാണ് സെയിൽ കൂടാനുള്ള 4-ാമത്തെ കാര്യമാണ് കണ്ടക്ട് ഹോം മീറ്റിംഗ്സ്. കണ്ടക്ട് ഹോം മീറ്റിംഗ്സ് 4-ാമത്തെ പോയിന്റാണ് കണ്ടക്ട് ഹോം മീറ്റിംഗ്സ്. എന്ത് ഹോം മീറ്റിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞുതരാം, വളരെ സിമ്പിൾ. നിങ്ങൾ ചെയ്യുന്നത് ഒരു തവടെണ്ണയാണ് അദ്ദേഹം വാങ്ങിക്കുള്ളൂ, പറഞ്ഞ അത് നിൽക്കി വേണ്ട, എനിക്ക് തവടെണ്ണ മാത്രം മതി. അവിടെ നിങ്ങൾ ഹോം മീറ്റിംഗ് ചെയ്യണം. എന്താ ഹോം മീറ്റിംഗ് എന്ന് വെച്ചാൽ ആ ഹോമിൽ പോയിട്ട് നിങ്ങളും ആളും കൂടി മീറ്റ് ചെയ്യണം, അതാണ് ഹോം മീറ്റിംഗ്. അത്രേ ഉള്ളൂ. ആകെ തവടെണ്ണേ പോവുള്ളൂ അവന്. ഒരാൾ അതേ വാങ്ങിക്കുള്ളൂ, വേറെ ഒന്നും വേണ്ട. അവരുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ ചെല്ലണം, ചെന്നിരുന്ന് ഒരു അരമണിക്കൂർ എന്തെങ്കിലും ഇങ്ങനെ തവണ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തതിനു ശേഷം എങ്ങനെയുണ്ട് കാര്യങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കണം, ബാക്കി പ്രൊഡക്റ്റുകൾ പതുക്കെ പരിചയപ്പെടുത്തണം. അങ്ങനെ അതിലത്തെ 1-ാമത്തെ പോയിന്റ് ആണ് വീക്ക്ലി മീറ്റിംഗ്. കണ്ടക്ട് ഹോം മീറ്റിംഗ് പറഞ്ഞില്ലേ, അതിലത്തെ 2 പോയിന്റുള്ളതിൽ അതിലത്തെ 1-ാമത്തെയാണ് വീക്ക്ലി മീറ്റിംഗ്. വീക്കിലി അവരെ വീട്ടിലേക്ക് പോകുന്ന ശീലം ഉണ്ടാക്കണം. അപ്പൊ എന്താ ഉണ്ടാവുക, നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ബിൽഡായി പതുക്കെ ആ ഒരു തവണ നിന്ന് വേറെ പ്രൊഡക്റ്റുകളിലേക്ക് അത് പതുക്കെ പോകാനായിട്ട് ഒരു വഴി ഉണ്ടാക്കും എന്നുള്ളതാണ് വീക്കിലി മീറ്റിങ്ങിന്റെ പ്രത്യേകത. ബാക്കിയുള്ളവർക്ക് പരിചയപ്പെടുത്താനും ബാക്കിയുള്ള ആളുകളിലേക്ക് അത് പോകാനും വലിയൊരു സാധ്യത ഉണ്ടാവും എന്നുള്ളതാണ് ഒന്ന്. 2-ാമത്തേതാണ് ബിസിനസ് ട്രെയിനിങ്. തവണ മാത്രം മതി എന്നുള്ള പറഞ്ഞാല് മന്ത്ലി ബിസിനസ് ട്രെയിനിങ് ഉണ്ടാവും. മന്ത്ലി ബിസിനസ് ട്രെയിനിങ്, ആഴ്ചയിൽ പ്രൊഡക്റ്റ്
ഒരു എന്താ വിസിറ്റ് പോലെ ഹോം മീറ്റിംഗ്, രണ്ടാമത്തത് ബിസിനസ് ട്രെയിനിങ്. എന്താണ് എനിക്ക് രണ്ടിനും വ്യത്യാസം എന്ന് വെച്ചാൽ, അവരിപ്പോൾ ഒരു കസ്റ്റമറാണ്, അവരുടെ വീട്ടിലേക്ക് ഒരു തവണ വാങ്ങിക്കും. പക്ഷേ ബിസിനസ് ട്രെയിനിങ് ആണെങ്കിലോ, ആർസിന്റെ ബിസിനസ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലോ അവരിലൂടെ 100-ലധികം ആളുകൾക്ക് പോകും. ഏതാ നല്ലത്? കസ്റ്റമറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോഴും പല ആൾക്കാരും കസ്റ്റമർ ക്രിയേഷൻ ആണ്. കസ്റ്റമർ ക്രിയേഷൻ അല്ല ആർസിയം ബിസിനസ്, ലീഡേഴ്സ് ക്രിയേഷൻ ആണ്. ഒരു ലീഡർ വരുന്നത് 100 കസ്റ്റമർ വരുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ്, അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഒറ്റൊരു ലീഡർ വരുന്നതാണ്. JRCM ഇത് കത്താൻ ചെറിയ പാടാണ്. നമുക്ക് വേണ്ടത് കസ്റ്റമറിനല്ല, പ്രൊമോട്ടറെയാണ്. അതിനകത്ത് കസ്റ്റമർ വേണ്ടെന്നാണോ? ചില ആൾക്കാർ അങ്ങനെ എടുക്കണേ. അങ്ങനല്ല, അതിനേക്കാൾ നല്ലത് പ്രൊമോട്ടറെയാണ്. ഇപ്പൊ മണികണ്ഠൻ സാറെ പോലെ ഒരു നല്ലൊരു ലീഡർ വന്നു കഴിഞ്ഞാൽ എത്ര ആളുകളിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എത്തി. അപ്പോ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ ഒരാളെ എന്താ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എത്രയും നല്ല മണികണ്ഠൻ സാറെ പോലത്തെ ഒരു നല്ലൊരു ലീഡർ തന്നെ, രജി സാറിനെ പോലത്തെ എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇഷ്ടംപോലെ ആളുകളുണ്ട്, നമ്മുടെ ഇഷ്ടംപോലെ ആളുകൾ, വീഡിയോ കാണാത്ത ആളുകളും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ലീഡർ വരുന്നതാണ് നമുക്ക് നല്ലത്. അപ്പൊ നമ്മൾ കസ്റ്റമറേക്കാൾ നല്ലത് പ്രൊമോട്ടർ വരണമെങ്കിൽ അവന് ഇതിന്റെ സാധ്യത, വിഷൻ, ബിസിനസ് മനസ്സിലാവണം, അല്ലെങ്കിൽ അവൻ വരില്ല. അവൻ 100 ആളിലേക്ക് എത്തിച്ച ഗുണം എന്താന്ന് മനസ്സിലാവണം. ഇത് തവണ ഉപയോഗിച്ചാല് നിനക്ക് ഇപ്പൊ റമീസിന് എന്ത് കിട്ടുമെന്ന് വെച്ചിട്ട് കഷ്ടപ്പെട്ടാൻ വാങ്ങിക്കണേ. റമീസ് ഒക്കെ എന്നെ രക്ഷപ്പെട്ടാലോ, ഒരു പേടിയാ. അങ്ങനെയാണ് വാങ്ങിക്കല്. പക്ഷേ മോനെ, നീ ഇത് പ്രൊമോട്ട് ചെയ്താൽ നീയാണ് രക്ഷപ്പെടുന്നത് എന്ന് അവൻ മനസ്സിലാക്കിയാലോ, അതിന് ബിസിനസ് എഴുതി കാണിച്ചു കൊടുക്കണം. സാർ എനിക്ക് ബിസിനസ് പറയാറില്ലേ, പഠിക്കണം. പഠിക്കണം. തുടക്കത്തിലൊക്കെ നിങ്ങളുടെ ലീഡറായിട്ട് നിങ്ങൾ 10 വീട് പോയിക്കോളൂ, 10 ആളുകളൊക്കെ മീറ്റ് ചെയ്തോളൂ. പിന്നെ നിങ്ങൾ ഇത് പഠിക്കണം, സ്വന്തമായിട്ട് ചെയ്യണം. എന്നാലാണ് ലീഡർഷിപ്പ് ക്രിയേഷൻ ആവുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളാണ് 4-മത്തേതിൽ കണ്ടക്ട് ഹോം മീറ്റിംഗിൽ എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ മതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓവർ ആയാല് നമുക്കൊക്കെ എന്താ ഒരു അത്ര അങ്ങോട്ട് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല തിരക്കിലാണ്. ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുക, പ്രാബല്യത്തിൽ വരുത്തുക. അപ്പൊ നമുക്ക് എല്ലാവർക്കും വലിയൊരു അച്ചീവ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധിക്കും. എന്നീ കമന്റ് പറയേണ്ട ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാം. 2 പോയിന്റ് കൂടി ഉണ്ട്, നമുക്ക് അടുത്ത എപ്പോഴും നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ എന്തായാലും അത് പറയാം, അല്ലെങ്കിൽ ഞാൻ ഓടിച്ച് പറയേണ്ടി വരും. അപ്പോൾ ഓക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ നിങ്ങളത് ഉൾക്കൊള്ളുക. നിങ്ങളുടെ ടീമിലേക്ക് മാക്സിമം ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് പറയുമ്പോഴാണ് നിങ്ങളുടെ മനസ്സിൽ കയറുള്ളൂ. എൻ്റെ ക്ലാസ്, എൻ്റെ സൂം, എൻ്റെ ടീമിനെ അറിയാം. ഞാനൊരു പോയിന്റ് പറഞ്ഞാൽ അത് പറയിപ്പിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ തലയിൽ ഇത് രജിസ്റ്റർ ആവണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കും, ഭാര്യയോട് പറഞ്ഞു കൊടുക്കും, കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും, ടീമിനോട് പറഞ്ഞു കൊടുക്കും, ലീഡർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് ഞാൻ പറഞ്ഞ ഈ 4 പോയിന്റ് നിങ്ങൾക്ക് അത് ഒന്നും കൂടി നിങ്ങളുടെ തലയിലേക്ക് ആ ഐഡിയ ഒന്ന് ആഴ്ന്നിറങ്ങുക. അപ്പൊ അതും കൂടി ശ്രദ്ധിക്കണം എന്ന് പറയാണ്. ഇന്നലെ ഗിരീഷ് സാറ് പറഞ്ഞൊരു കഥ പറയാണ്. ഗിരീഷ് സാറ് പറയാണ്, ടീച്ചർ കുട്ടിയെടുത്ത് പറഞ്ഞു, ഇന്നലെ വന്നവര് കേട്ടു, എന്നാലും പറയാണ്. ടീച്ചർ കുട്ടിയെടുത്ത് പറഞ്ഞു, എന്താ റൊട്ടി തിന്നണ ഒരു പട്ടിയുടെ പടം വരയ്ക്കാൻ പറഞ്ഞു. റൊട്ടി തിന്നണ ഒരു പട്ടിയുടെ പടം വരയ്ക്കാൻ പറഞ്ഞു. ഇന്നലെ കേട്ടവർക്ക് അറിയാം. അപ്പൊ കുട്ടി നല്ല ഉഷാറായിട്ട് വീട്ടിൽ പോയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വന്നു. ടീച്ചർക്ക് പേപ്പർ, എല്ലാവരും പേപ്പർ, കുട്ടി പേപ്പർ എടുത്തപ്പോ അതിലൊന്നും കാണാനില്ല. ടീച്ചറെ, ഇതെന്താ നീ വരച്ചില്ലേ, മടിയാ? അപ്പൊ കുട്ടി വളവനാണ്, സംഭവം വരയ്ക്കാതെയാണ്. എന്നിട്ട് അവൻ ഉത്തരം പറയാണ്, ആ കുറച്ച് കേൾക്കാൻ പറ്റുള്ളൂ, ഓക്കെ. ഒന്നുമില്ല, ടീച്ചർ വരച്ചോണ്ടിരാൻ പറഞ്ഞു, ഈ റൊട്ടി തിന്നണ പട്ടിയുടെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പൊ കുട്ടി മടിയനായതുകൊണ്ട് ബ്ലാങ്ക് പേപ്പർ കൊണ്ടു കൊടുക്കുക, വരച്ചിട്ടില്ല. അപ്പൊ വിളവനാണ്. അപ്പൊ ചോദിക്കാൻ, എന്താടാ നീ വരയ്ക്കാത്തത് ചോദിച്ചപ്പോ അവൻ പറയാണ്, ഇതിൽ റൊട്ടി എവിടെ എന്ന് ചോദിച്ചപ്പോ അവൻ പറയാണ്, റൊട്ടി പട്ടി തിന്നു ഇത്ര. റൊട്ടി എന്ത് ചെയ്തു? പട്ടി തിന്നു. അപ്പൊ പട്ടി എവിടെ? പട്ടി റൊട്ടി തിന്നു പോയി എന്നുള്ളത് പറയാ. ക്ലാസ് ഒക്കെ നല്ല ഉഷാറാണ്, റിസൾട്ട് ഒക്കെ കാണില്ല. അപ്പൊ അതുണ്ടാവരുത്. നമ്മുടെ റിസൾട്ട്, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ആക്ഷൻ പ്ലാന് അത് കാണാനായിട്ട് പറ്റണം, നമ്മുടെ ലീഡേഴ്സിന് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഓപ്പണർ ആൻഡ് സെഷൻ, എൻ്റെ ഒരു സെഷൻ നമ്മൾ ക്ലോസ് ചെയ്യാണ്. എൻ്റെ ലീഡർ അർജുൻ സാറിനെ വിളിച്ചുകൊണ്ട് എല്ലാവർക്കും വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് RCM. ജയ RCM. ജയ RCM റമീസ് സാർ.